and smoking is injurious to health. പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ഹാനികരം. താമസിക്കാൻ എത്ര വലിയ വീടുണ്ടായാലും വിളക്ക് കത്തിക്കാൻ ഒരു സ്ത്രീ ഇല്ലാതെ പോയാൽ എന്താ കാര്യം? സാർ, ഈ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് തരണം. അതിരിക്കട്ടെ, ഈ 5 ഏട്ടാനിയന്മാരെവിടെ പോയി? സാറേ, ഞാൻ കൈയെടുത്ത് തൊഴാം. എന്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയായി ഈ സ്ഥലം ഞാൻ വെക്കുന്നേ. ഒരു സ്ഥലത്ത് ഞങ്ങളെ കണ്ണു വെച്ച് കഴിഞ്ഞാൽ പിന്നെ വിൽക്കുന്നവനും വാങ്ങുന്നവനും പിന്നെ അവിടെ കാണാൻ പാടില്ല. ഇത് അന്യായമാ സാറേ, ഇതെന്റെ ജീവിതമാ. ഇവിടെ അക്രമം കാണിച്ചാൽ ഞാൻ വിടില്ല. വേറെ എന്താടാ ചെയ്യും നീ? എന്താണോ ചെയ്യുന്നേ? കഷ്ടപ്പെട്ട് വിയർപ്പ് ചിന്തി സമ്പാദിച്ച നിന്റെ ഈ മണ്ണ് ആരെക്കൊണ്ടും അത് പിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇവനെ വെട്ടി ഇവിടെ താഴ്ത്താ. അയ്യോ, ഇതെന്ത് അനീതിയാ സാറേ. കൊല്ലടാ. ചേട്ടാ, ഞാൻ ഇറങ്ങാണ്. പണി കഴിഞ്ഞോ? ഞാൻ വരണോ? ധൃതി വെക്കാതെ അനിയാ, ഇവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുക. ഞാൻ നോക്കിക്കോളാം, നീ വെക്കടാ. മോളെ, ഇവിടെ വരാതെ മോളെ. മോളെ, ഇവിടെ വരാതെ മോളെ. എത്രയും നേരം ജീവന് വേണ്ടിയുള്ള പേടിയായിരുന്നു, ഇപ്പോ മാനത്തിന് വേണ്ടി പേടി തുടങ്ങി. ചേട്ടാ, ഇവന്റെ ജീവൻ ഇനി ചേട്ട നോക്കിക്കോളൂ. പിന്നെ അവളുടെ മാനമുണ്ടല്ലോ, അത് ഞാൻ നോക്കിക്കോളാം. എന്താ ഇതുവരെ ആരെയും കാണാത്തെ? എപ്പോഴോ വന്നിരിക്കണമല്ലോ. വണ്ടിക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? ആർക്കായിട്ടാ മുത്തച്ഛ വെയിറ്റ് ചെയ്യുന്നത്? എന്റെ കൊച്ചുമോൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ. അവനെ തീർത്ത് കളഞ്ഞു. അതേടാ, എന്നെ വിട്ടിട്ട് പോയ എന്റെ മകന്റെ മകളായത്. എത്ര നാൾക്ക് ശേഷമാണെന്നോ
എന്റെ കൊച്ചുമോൾ എന്നെ തേടി ഇവിടെ വന്നതെന്ന് അറിയോ? നിങ്ങളുടെ മകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത്രയും കാലം ഞാൻ എന്റെ മകനും മരുമകളും കൊച്ചുമോളും ഒക്കെ മരിച്ചെന്നാ കരുതിയത്. പക്ഷെ അവളൊരു അനാഥാലയത്തിലായിരുന്നു പോലും. ഇപ്പൊ മുത്തച്ഛനുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവിടെ വന്നിരിക്കയാ. സാറേ, കാറ് വരുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ സന്തോഷം കെട്ടടങ്ങിയിട്ട് ഇന്നേക്ക് 25 വർഷമായി മോളെ. ഇപ്പൊ നീ വന്നപ്പോഴാ അതെനിക്ക് തിരിച്ചു കിട്ടിയത്. എന്താ അങ്ങനെ നോക്കുന്നത്? ഇവരെ ആരും നിനക്ക് മനസ്സിലായില്ലേ? എന്റെ അമ്മാവന്റെ മക്കളാ. ഹായ്. വാ, അകത്ത് പോയി വിശ്രമിച്ചോ. മുത്തച്ഛ, എങ്ങനെയുണ്ട്? നിനക്കെന്താ കുറച്ചിൽ മോളെ, തങ്ക വിഗ്രഹമല്ലേ. വാ ഇരിക്കെ. എന്റെ മകന്റെ ഓർമ്മ വരുത്തിയതിന് നീ, എന്റെ മകന്റെ ഓർമ്മയില്ലാതിരിക്കാനായി ഈ 5 പേർ, എന്റെ എസ്റ്റേറ്റും ബംഗ്ലാവും എന്നെയും ഇവര് തന്നെയല്ലേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇവരിൽ ഒരുത്തനുമായിട്ട് നിന്റെ കല്യാണം നടത്തണമെന്ന ആഗ്രഹം. പക്ഷേ നീ സമ്മതിക്കുമെങ്കിൽ മാത്രം. സ്വന്തക്കാരുണ്ടായിട്ടും ഇത്രയും നാളും അനാഥയായിരുന്നു ഞാൻ. എന്നാൽ ഇപ്പോ എല്ലാവരും ഉണ്ട്. നിങ്ങൾക്ക് എന്ത് മനസ്സിൽ തോന്നുന്നോ അതുപോലെ ചെയ്യൂ മുത്തച്ഛ. ആ, കേട്ടല്ലോ. കേട്ടു. എന്താ ചേട്ടാ ഇന്ന് അധികമായിട്ട് കുടിച്ചോണ്ടിരിക്കുന്നേ? എത്ര കഴിച്ചാലും ഫിറ്റ് ആവുന്നില്ലടാ. കള്ള് പൂസാക്കാനല്ലേ? എത്ര നാളായി ഞാൻ കണ്ണു വെച്ചോണ്ടിരുന്നതാ. ഫിറ്റ് ആവാനുള്ള സാധനം ഇതല്ല. ഞാനിപ്പോ ഒരു സ്വപ്ന ലോകത്താ. കള്ളിന്റെ സുഖത്തിനേക്കാൾ ഇത് ചേട്ടന്മാർക്ക് പെണ്ണുങ്ങളുടെ സുഖം ഇപ്പൊ കൂടിയെന്ന് തോന്നുന്നു. എന്താടാ കിടന്ന് പിറുപിറുക്കുന്നേ? നിങ്ങൾ നിങ്ങളുടെ നാത്തൂന് ഇന്ന് കള്ളുമായിട്ട് ഒപ്പിട്ട് സംസാരിക്കുക. അവരാണെങ്കിൽ പൂവും പഴവെന്ന് പറഞ്ഞ് അങ്ങോട്ട് സംസാരിച്ചോണ്ടിരിക്കുക. ആരാടാ എന്റെ ചേട്ടനെ കുറിച്ച് അനാവശ്യം പറയുന്നേ? ഭർത്താവ്, ഞാനേ ഭർത്താവ്. ഓരോ പെഗിനും വെച്ച് 10 പ്രാവശ്യം പറഞ്ഞോണ്ടിരിക്കുക, ഞാനാണ് ഭർത്താവ്, ഞാനാണ് ഭർത്താവ്. വാടാ പോട്ടങ്ങണപ്പാ. 10 പ്രാവശ്യമല്ലടാ, എത്ര പ്രാവശ്യം പറഞ്ഞാലും ആഗ്രഹം കുറയില്ലടാ. കോഹിനൂര് പുറത്ത് നാത്തൂന് എനിക്ക് തന്നെയാ. കോടി രൂപ ആസ്തിയുള്ള സ്വത്ത് ഈ സീതാരാമന് തന്നെയാണ്. നീ പറയടാ, ഞങ്ങൾ ചേട്ടൻ അനിയന്മാരിൽ സ്വപ്നം ആർക്കടാ സൂട്ടാവുന്നേ? നിനക്ക് ഈ സൂട്ട് തന്നെ സൂട്ടാവുന്നില്ല, പിന്നെ സൂപ്പർ ആയിരിക്കുന്ന പെണ്ണെങ്ങനെ സൂട്ടാവും? എന്താടാ പറഞ്ഞ? അതാ ചേട്ടാ പറഞ്ഞത്. സൂട്ടും ബൂട്ടിട്ടെന്ന് പറഞ്ഞാലും ആ പെണ്ണിന് ചേട്ടൻ തന്നെയാണ് സൂട്ടാവുന്നത്. കറക്റ്റ് ആയിട്ട് പറഞ്ഞടാ. സ്വപ്ന, ആഹാ, അവളൊരു പെണ്ണാടാ. നാത്തൂനെന്ന് പറഞ്ഞ് നിങ്ങൾ മാത്രമല്ല ഇവിടെ എല്ലാരും അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നിങ്ങളുടെ നാത്തൂന് ആർക്കാ വരം തരാൻ പോണതോ? വേറെ ആർക്കാടാ? ഹൈറ്റിലും ഓക്കെ, വെയിറ്റിലും ഓക്കെ, ഞാൻ മാത്രാടാ അവക്ക് മാച്ച്. ആ പെണ്ണിന് ഞാനാണ് മാച്ച്. ചേട്ടന്മാരും മാച്ചിങ് അല്ലേ? കൊത്തി കേറി ഇറങ്ങും. ആർക്ക്? ആർക്കായാലും ശരി, മനസ്സ് കൊടുത്തു കഴിഞ്ഞടാ. നമസ്കാരം സാറേ. എന്താണ് വക്കീലെ, കുറെ നാളായല്ലോ കണ്ടിട്ട്. വായിരിക്കെ. സാർ, കാര്യം കൂടുതൽ കുഴപ്പമായിരിക്കുക. ഈ കാര്യത്തിൽ ആരാ ഇങ്ങനെ കുഴപ്പമുണ്ടായിക്കൊണ്ടിരിക്കുന്നേ? ഈ കാര്യത്തില് സാറ് തന്നെയാണ് കുഴപ്പമുണ്ടാക്കുന്നത്. എന്താ പറഞ്ഞു വരുന്നത്? നിങ്ങൾ ചെയ്യുന്ന മർഡറിന് ഒരതിരും ഇല്ലാതിരിക്കുക. അതുകൊണ്ടെന്താ? കുറച്ചു നാൾ മുമ്പ് സ്ലം ഏരിയ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ലീഡറിനെ തന്നെ പൊക്കിയില്ലേ? അത് കഴിഞ്ഞിട്ട് 4 പേരെ കൂടി പൊക്കണം. അതിന്റെ ആവശ്യമുണ്ടെന്നേ. അതെങ്ങനെ? നിങ്ങൾ അവനെ എന്നേക്കുമായിട്ട് അപ്രതീക്ഷിതമാക്കി വിചാരിച്ചിരിക്കുകയല്ലേ? ഇപ്പൊ അത് പുറത്തു വന്നിരിക്കുക. നിങ്ങൾക്ക് നോൺ വെയിലബിൾ വാറന്റ് ഇഷ്യൂ ആയിരിക്കാണ്. ഇന്നോ നാളെയോ നിങ്ങളെ അറസ്റ്റ് ചെയ്തേക്കും. കുറച്ചു നാളത്തേക്ക് എവിടേക്കെങ്കിലും മാറി നിൽക്കുന്നതാണ് നല്ലത്. വേറെ വഴിയൊന്നുമില്ല വക്കീലെ. ഇല്ല സാർ, മാറി നിന്നേ മതിയാകൂ.
അല്ല എന്താ ഇത് കഷ്ടപ്പെട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നുണ്ടല്ലോ. അല്ല ആരോട് യുദ്ധം ചെയ്യാനാ? നീ ഉള്ളപ്പോ വേറെ ഒരുത്തി എന്തിനാടി? മുത്തച്ഛാ, മോളുടെ ശബ്ദമല്ലേ അത്? വാ നോക്കാം. എന്താ മണിയായേ? എന്താ പറ്റി മോളെ? എന്താ പറ്റിയെന്ന് പറ മോളെ. ഓ സാറേ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടില് കൊലപാതകമാണെന്നറിഞ്ഞു. എന്നാൽ കൊലപാതകി ആരാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. SP സാർ, എന്റെ കൊച്ചുമകനെ അന്യായമായി ആരോ കൊന്നിരിക്കുക. പ്രതിയെ കണ്ടുപിടിച്ച് നല്ല ശിക്ഷ തന്നെ കൊടുക്കണം. അതിനുവേണ്ടി ആരെങ്കിലും ശത്രുക്കളുണ്ടോ? അവന് ശത്രുക്കൾ ആരുണ്ടാവാനാ? ഇവരെല്ലാവരെയും പോലെയല്ല. എന്റെ കൊച്ചുമക്കളായതുകൊണ്ട് പറയല്ല, ഇതുപോലെ നല്ല പിള്ളേരെ വേറെ എവിടെയും കാണാൻ കിട്ടില്ല. കുറ്റവാളികൾ ഒരിക്കലും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടില്ല. അവരെ കൃത്യമായിട്ട് ശിക്ഷിച്ചിരിക്കും. ഈ കൊലയ്ക്ക് പിന്നിൽ മറഞ്ഞിരിക്കുന്നവരെ കണ്ടുപിടിക്കാൻ ഒരു ടീമിനെ തന്നെ ഇപ്പം നിയോഗിച്ചിട്ടുണ്ടല്ലോ. സർവമംഗളമംഗല്യേ ശിവി സർവാർത്ഥസാധകേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണക്ലേശനാശായ ഗോവിന്ദായ ഹര. ഹരേ കൃഷ്ണ ഹരേ രാമ. എടാ ചാണക്യ, എന്തുറക്കാ ഇത്? എണീക്ക്. ഒരു 5 മിനിറ്റ് അമ്മേ. എന്നുള്ളതാ ഇവനിത്. എന്താ ഇപ്പോഴും കിടന്ന് ഉറങ്ങാണോ? ജീവിതത്തിൽ എല്ലാവർക്കും 50% ഉറങ്ങി തന്നെ തീരും. നിനക്കത് 80%. എങ്ങനെ സാധിക്കുന്നതാ? സമയത്ത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് എനിക്കറിയാട്ടാ. നിങ്ങൾ കോഫി കുടിക്കും. നിനക്ക് ഞാനല്ലടാ, അച്ഛൻ തന്നെയാ കറക്റ്റ്. വന്നോളും. ലേസി ഫെലോ. ചേട്ടാ, അയ്യോ ചേട്ടാ, എന്താ എത്ര നേരമായിട്ട് എഴുന്നേൽക്കാത്തത്? കിടന്നുറങ്ങുന്ന കണ്ടില്ലേ? എഴുന്നേൽക്കൊന്ന്. എടാ എഴുന്നേക്കടാ. എടാ പോത്തെ, നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ? എടാ എന്നെങ്കിലും ചൂടോടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ? എന്താ ഇഡ്ഡലിയാണോ? അല്ല, ദോശ. എനിക്ക് വേണ്ടി ഒന്നുകൂടി ചെയ്തോടെ അമ്മേ. ദോശ തിരിച്ചു മറിച്ചിട്ടാ കരിഞ്ഞു പോകും അനിയൻകുട്ടാ. നോക്കിക്കോ എടുത്തി അമ്മേ. കരിഞ്ഞു പോയ ദോശയെ പോലുള്ള എന്റെ റേഞ്ചിനെ മസാല ദോശയെ പോലെ മാറ്റുന്നത് കണ്ടോ? പകൽ സ്വപ്നം കാണുന്ന നിർത്തിയിട്ടേ നീ റെഡിയാവാൻ നോക്ക്. ശ്യാമള, ഞാൻ ഓഫീസിൽ പോയിട്ട് വരാം. ആ ശരി, പോയിട്ട് വരൂ. ചേട്ടാ താങ്ക്സ്. അച്ഛാ, എന്താടാ? പെന്ന് മാറുന്നു അച്ഛാ. എന്നും എന്തെങ്കിലും ഒളിപ്പിച്ചു വെക്കുക, എന്നിട്ട് ഓടി വന്ന് എനിക്കത് കൊണ്ടുതരിക. കൊള്ളാം, നിനക്ക് ശീലമായി പോയി. ഇതൊക്കെ പോക്കറ്റ് മണിക്ക് വേണ്ടിയല്ലേ? 50. എന്താടാ അച്ഛാ? എന്താടാ അച്ഛാ? ഇന്റർവ്യൂ ഉണ്ട്. എവിടെ? റോഡ് നമ്പർ 10. അതിന് ബസ് ചാർജ് 5 രൂപയിലേ ഉള്ളൂ. പോയി വരാൻ 10 രൂപ. ബാക്കി നിന്റെ ചെലവിന്. എന്താടാ അപ്പോഴേക്ക് മുഖം വാടിയേ? പൈസ പോരാന്നുണ്ടോ? പോക്കറ്റ് മണിയോട് കാണിക്കുന്ന ശ്രദ്ധ സ്വന്തം ലൈഫിൽ കാണിക്ക്, അപ്പോഴേ നന്നാവൂ. ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നു. എന്താടാ, ഇന്റർവ്യൂവിന് പോകണോ? ആ അതെ. ഇതാ ഈ 50 രൂപ വെച്ചോ. ചേട്ടാ 50 രൂപയ്ക്ക് ഇത്രയും സെന്റിമെന്റ്സിന് ആവശ്യമുണ്ടോ? മര്യാദയ്ക്ക് ഇന്റർവ്യൂവിന് പോയിട്ട് വാ. നിന്റെ ചേട്ടൻ തന്ന 50 രൂപ കൊണ്ട് ഇന്റർവ്യൂവിന് പോയിട്ട് വരാൻ പറ്റും. ഈ 50 കൂടി വയ്ക്കേ. അമ്മേ, ഒരു കുടുംബത്തിൽ ഒരു അമ്മയേ ഉണ്ടാവുള്ളൂ. പക്ഷേ എനിക്ക് 2 അമ്മയാണ്. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ മോനെ? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഇത്രയും മടിയനായ എന്റെ അനിയൻകുട്ടിനെ ഭരിക്കാനുള്ള പെണ്ണ് എവിടെ ഇരിക്കുന്നു ആവോ? Santa Sota Santi Sita Sayo, hello baby come here ayo. You are looking so sweetie, hey baby. Santa
sata sota sati sita say yo. Hello baby, come here yo. You are looking so sweetie, hey baby. ഈ രാഗം തേടിടും മൗനം നിൻ മധുരിമ ചേർന്നാടി നിൻ പൂർണ്ണരാഗം ഇന്നെന്നെ പല നിറമിത് പകലായി തേടി നിന്നെ വാനമിതെന്നോളം കണ്ടു നിന്നെ എൻ പ്രേമരതിയെ നീ മിണ്ടു ഇനിയും എഴിച്ചൊല്ലുമോ ഈ രാഗം തേടിടും മൗനം നിൻ മധുരിമ ചേർന്നാടി നിൻ പൂർണ്ണരാഗം ഇന്നെന്നെ പല നിറമിത് പകലായി സ്നേഹം പൂക്കും ഈ നേരം വാനം നിറയെ വർണ്ണങ്ങൾ എൻ ജീവനായി വരൂ പ്രണയം നിൻ സദയം പ്രേമഭാഷയെ വരുമോ നീ പ്രേമസാഗരം തരുമോ നീ എൻ കണ്ണിനുള്ളിലെ പ്രണയം നീ തരുമോ ഈ നിമിഷം ഇനി വരുമോ ഇത് എന്നോ കണ്ടൊരു കനവാണോ ഈ സ്വപ്നം എന്നിലോ ഒരു വരമായി നീ വരുമോ നിൻ സ്നേഹം പകരാൻ വരുമോ നീ ഇതും എന്തോ മായയോ ഈ രാഗം തേടിടും മൗനം നിൻ മധുരിമ ചേർന്നാടി നിൻ പൂർണ്ണരാഗം ഇന്നെന്നെ പല നിറമിത് പകലായി സ്വപ്നെ എണീറ്റേ, ഓഫീസിൽ പോവാൻ സമയായി. എണീക്കോ അമ്മേ. സ്വപ്ന, സമയം ഒരുപാടായി. നീ ഇപ്പഴും കിടന്ന് ഉറങ്ങാണോ? ഒന്ന് എഴുന്നേക്കേ. ഓടിക്കൊണ്ടിരിക്കുന്ന സമയം പിടിക്കാൻ എനിക്ക് അറിയാം ഏട്ടാ. ഏട്ടന്റെ പണി നോക്ക്. സ്വപ്ന എഴുന്നേക്ക് മോളെ, ഓഫീസിൽ പോകാൻ നേരമാവുന്നു. ഓൺലി 10 minutes ഡാഡി, ഒന്ന് പ്ലീസ്. വേഗം എണീക്കന്നേ. പ്ലീസ് മമ്മി, ഡാഡി. ചേട്ടാ പ്ലീസ് ചേട്ടാ, ഞാനൊന്ന് ഉറങ്ങട്ടെ. സ്വപ്ന എണീക്ക്. മമ്മി പ്ലീസ് മമ്മി, 10 minutes. ഞാൻ ഇപ്പൊ എനിക്ക് ഡാഡി, 5 minutes. പ്ലീസ് മമ്മി. ചേട്ടാ ഞാൻ കുറച്ചുകൂടെ ഉറങ്ങട്ടെ പ്ലീസ്. രാവിലെയുള്ള സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതത്തിനേക്കാൾ അമ്മേ, 10 ഈ സെന്റിമെന്റ് സുപ്രഭാതം സഹിക്കാൻ പറ്റില്ല. ഡാഡി പ്ലീസ്. ഏയ് സ്വപ്ന, ഒന്ന് എഴുന്നേക്ക്. മമ്മി ഡാഡി മേട്ടനോടെ. നീ എഴുന്നേൽക്കുന്ന മുൻപ് പുറത്തേക്ക് പോയി. നാളെ രാവിലെ വീണ്ടും വരും. എന്താടി, ഡ്രീംസ് ആണോ? അത്രയ്ക്ക് കുടുംബജീവിതം ഇഷ്ടമാണെങ്കിൽ കല്യാണം കഴിച്ച് 10 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ നോക്ക്. കുഞ്ഞുങ്ങളോടല്ല ഭ്രാന്ത്, അച്ഛനോട് അമ്മയോടാ. അത്രയ്ക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയി പ്രസവിക്കേ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസം മുഴുവൻ എന്റെ ഗ്ലാമർ കുറയാൻ പാടില്ല. എന്റെ എനർജിയും ഒട്ടും തന്നെ കുറയാതെ നിങ്ങൾ എന്നെ രക്ഷിക്കണം, ഓക്കെ? ഈ സിന്ധു, 8th വണ്ടർ, ഡേ ടൈമിലെ നക്ഷത്രം. വാട്ട്? പട്ടാപ്പകൽ നക്ഷത്രോ? എവിടെ? ദാ അവിടെ. പട്ടാപ്പകൽ നക്ഷത്രത്തെ എങ്ങനെയാണ് കാണാ? നിന്റെ ബ്രെയിൻ റിപ്പയർ ചെയ്യ്, ഞാൻ ദിപ്പ് വരാം. അയ്യോ, ഓക്കേ ബൈ. ഏയ് കഴിച്ചിട്ട് പോ. അവിടെ ഫ്രണ്ട് വെയിറ്റിംഗ് ആണ്. നൈറ്റ് ചാറ്റിങ്ങും പുറത്ത് വെയിറ്റിംഗും. ബി കെയർഫുൾ. പ്രശ്നം ഉണ്ടായാൽ മാനേജ് ചെയ്യാൻ നീ ഉണ്ടല്ലോ മോളെ. ഞാൻ അങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ഓഫീസിലേക്ക് വന്നേക്കാം. ഓക്കെ മോളെ, ബൈ. എന്തിനാടാ എന്നെ പേടിപ്പിച്ച് കളഞ്ഞു? ഓണറായിട്ട് ഇരുന്നോണ്ട് എന്തിനാ പെണ്ണിനെ കണ്ട് ഇത്രയും പേടിക്കുന്നേ? ഞാൻ പേടിക്കാനുള്ള കാരണത്തിന് പിന്നിൽ ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ടടാ. ആ പെണ്ണ് തീവ്രവാദിയാണോ? അതെ. നക്സലൈറ്റ് ആണോ? ഇല്ല. അവള് സാഡിസ്റ്റാ? എടാ ഒന്ന് പോടാ. ഗുണ്ടകൾക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇതെന്താ ട്വിസ്റ്റ്? നിനക്ക് ഫ്ലാഷ് ബാക്ക് എന്താണെന്ന് അറിയോ? ഓ അറിയാലോ, കൊറേ സിനിമ കണ്ടിട്ടുണ്ട്. ഞാൻ റൊമാൻസിൽ അങ്ങ് ആരംഭിച്ചു, വയലൻസിൽ തീരുകയും ചെയ്തു. എന്നെ കട്ട് ചെയ്ത് അവളുടെ അടുത്ത് ഓപ്പൺ ചെയ്തു. ഹായ് ബ്യൂട്ടി. ഹായ് അങ്കിൾ.
എന്താ അങ്കിൾ ഇങ്ങനെ നോക്കുന്നേ? ഈ പൂവും നീയും ഒരുപോലെയായിരിക്കുന്നേ. എന്താ വിശ്വാസം വരുന്നില്ലേ? നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് നിനക്ക് അറിയാത്തോണ്ടാ. പിന്നെ ഈ പൂവിനെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാ. നിങ്ങൾക്ക് എന്തോ പറയാൻ ആഗ്രഹമുണ്ടല്ലേ? ലാഗ് ഇല്ലാതെ പെട്ടെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോവാൻ നോക്കാങ്കിളെ. ഐ ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞ ഐ ലവ് യു. ലവോ? നിങ്ങളെ ഞാൻ എങ്ങനെയാ ലവ് ചെയ്യാങ്കിൾ? പ്രണയത്തിന് പ്രായമില്ലല്ലോ. ആർക്ക് ആരെ വേണമെങ്കിലും പ്രേമിക്കാമെന്നേ. കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുള്ള നിങ്ങൾ എന്നോട് ഐ ലവ് യു പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പ്രണയത്തിന് എന്റെ ഭാര്യ തടസ്സമാണെങ്കിൽ അവളെ ഞാൻ അങ്ങ് ഉപേക്ഷിക്കും. പാവല്ലേ അങ്കിൾ? 16-ാമത്തെ വയസ്സിൽ കുട്ടി ജനിച്ച അതൊരിക്കലും പാപമാണെന്ന് കരുതണ്ട. നീ പറഞ്ഞ ആ നിമിഷം ഞാൻ താലി കെട്ടും. ഇവിടെ ശരിയാവില്ല, അവിടെ കാണിക്കുന്നേ. എവിടെയാ? കണ്ണടക്കി ഞാൻ കൊണ്ടുപോവാ. എന്നാ ശരി. ഓപ്പൺ യുവർ ഐസ്. ചുമ്മാ. എന്താ മോളെ? ആന്റി, നിങ്ങളുടെ ഭർത്താവിനെ പ്രണയിക്കാൻ വേണ്ടി വന്നതാ. ഞാൻ ഓക്കെ പറഞ്ഞാൽ താലി കെട്ടാന്ന് പറഞ്ഞു. ആന്റി ആന്റി, കുറച്ച് ഗ്യാപ്പ് നൽകിയ തല കറക്കുന്ന ഐഡിയ നൽകാം. നിങ്ങളെ ബോറടിച്ചു തുടങ്ങിയെന്ന്. അത് പാപല്ലേ അങ്കിളിന് ചോദിച്ചപ്പോ അമ്പലത്തിൽ പോയി തേങ്ങ ഉടച്ചു കഴിഞ്ഞാ പാപവും ശാപവും പോകുന്ന പറഞ്ഞേ. ദൈവത്തിന്റെ അടുത്ത് ഇതൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. ഇല്ല. നിനക്കിനി 3 ദിവസത്തേക്ക് ഫുഡുമില്ല ബെഡുമില്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഭാര്യ ബോറടിക്കുന്നു അല്ലേ? നിങ്ങൾ ഭർത്താവായതുകൊണ്ട് ആന്റി ഇത്രയും നിങ്ങളെ ചെയ്തുള്ളൂ. ഇനിയെങ്ങാനും ഇങ്ങനെ ഓരോന്ന് ചെയ്താലുണ്ടല്ലോ, ആന്റി നിങ്ങളെ മേലേക്ക് കൊണ്ടുപോയി താഴേക്ക് തള്ളിയിടും. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണിന്റെ ഭംഗി നിങ്ങൾക്ക് ശാപമായി മാറിയെന്നാ തോന്നുന്നത്. എടാ ഒന്ന് മിണ്ടാതിരി. അത് പെണ്ണല്ല, പെൺ പുലിയാ. ഹായ് ഹായ്. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. പേരെന്ത് ചെയ്യാനാ? ബോയ് ഫ്രണ്ടിനെ തേടിക്കൊണ്ടിരിക്കുക. അതെന്തിനാടി? നിനക്ക് ഓൾറെഡി ബോയ് ഫ്രണ്ട് ഉണ്ടല്ലോ. ബോയ് ഫ്രണ്ട് ലവർ ആകാൻ പറ്റില്ല, ലവറിന് ഹസ്ബൻഡ് ആകാൻ പറ്റില്ല. ഹായ് ഹായ്. നിന്നെ ലേറ്റ് ആയാലും MD ഒന്നും പറയത്തില്ല. ഞങ്ങൾ ലേറ്റ് ആയ ബർഗർ തിന്നും പോലെ ഞങ്ങൾ തിന്നും. ഞാൻ ലേറ്റ് ആയാലും വർക്കെല്ലാം കറക്റ്റ് സമയത്ത് തീർക്കുമല്ലോ, അതുകൊണ്ടാ. അത് ശരി. നീ എന്തെങ്കിലും പാർട്ടിക്ക് വരാതിരുന്നേ? ഓൾഡ് ഏജ് ഹോമിൽ പോയതാ. നിന്റെ ലൈഫ് സ്റ്റൈൽ എനിക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രായത്തിൽ എല്ലാവരും ഡിസ്കോ, ക്ലബ്ബ്, പബ്ബ് എന്നൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്യും. നീയാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ പോയി പണം, ആഹാരം, വസ്ത്രം എല്ലാം കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നു. അവിടെ കിട്ടുന്ന സന്തോഷം പാർട്ടിയിലും പബ്ബിലും കിട്ടില്ലടി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗോ? എന്ത് ഗുഡ് മോർണിംഗ്? നിന്നോട് എത്ര പ്രാവശ്യം സാർ, പറഞ്ഞു? ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞതാണ്. എന്ത് ഫോർമാലിറ്റീസ്? നാസ്റ്റി ഫോർമാലിറ്റീസ്. മര്യാദയ്ക്ക് പണിയെടുക്ക്. എല്ലാരും ടൈം വേസ്റ്റ് ചെയ്യണം. ടൈം വേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവനാണ് ടൈം വേസ്റ്റ് ചെയ്യുന്നത്. ഹലോ, ആരത്? എന്റെ പേര് രാജേഷ് എന്നാ. ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്. സ്കൂട്ടിയിൽ പോകുമ്പോ കാണാൻ നല്ല രസമാ. ഏയ്, ഞാൻ സ്കൂട്ടിയിൽ മാത്രല്ല, വാക്കിങ്ങിലും ജോഗിങ്ങിലും ഒക്കെ സുന്ദരിയാ. ആരാടി? ഏതോ ഒരുത്തൻ ഐ ലവ് യു പറയാനുള്ള പ്ലാനിങ്ങിലാ. നിങ്ങൾ എന്തിനാ ഇപ്പൊ ഫോൺ ചെയ്ത്? എന്റെ മനസ്സിലുള്ളത് പറയാൻ വേണ്ടിയാ. മനസ്സിലുള്ളത് ഫോണിൽ കൂടി പറയാൻ പാടില്ല. വേറെ എവിടെ പോയി പറയും? നിങ്ങൾക്ക് എന്തോ സ്വീറ്റ് ന്യൂസ് പറയാനുണ്ടെന്ന് തോന്നുന്നു. അതെ. അത് പറയുന്നതിന് മുമ്പ് നമുക്കൊരു സ്വീറ്റ് കഴിച്ചാലോ? പറഞ്ഞത് സത്യ. എങ്കിൽ പിന്നെ അപ്പോ ഏതെങ്കിലും ഒരു റെസ്റ്റോറന്റിൽ? ഓക്കെ. അപ്പൊ പാർട്ടിക്ക് എന്റെ ഫ്രണ്ട്സിനെ കൂടി വിളിച്ചോട്ടെ ഞാൻ. ഓക്കെ അങ്ങനെ ആയിക്കോട്ടെ. താങ്ക് യു. അഡ്രസ് മെസ്സേജ് ചെയ്തേക്കാം. ഓക്കെ ബൈ. ഓക്കെ ബൈ. ഇന്നത്തെ ഈവനിങ് പാർട്ടി റെഡി. നിന്നെ പോലെ ഒരു സുന്ദരിയായ ഫ്രണ്ട് ഉണ്ടെങ്കിലേ മാസത്തിൽ 4 പാർട്ടിക്ക് പോകാം. ഏതോ പുതിയ ബലിയാടിനെ കിട്ടിയിട്ടുണ്ടല്ലോ. ഏയ്, ബലിയാടെന്ന് ഫിക്സ് ചെയ്യലേ. ഇഷ്ടപ്പെട്ട അവരായിരിക്കും എന്റെ ബോയ് ഫ്രണ്ട്, പിന്നെ ഹസ്ബൻഡും. എന്തായാലും അവർക്ക് എന്നെ ഇഷ്ടായി, എനിക്കും ഇഷ്ടപ്പെട്ട പിന്നെ മാരേജ് ഫിക്സ് ചെയ്തേക്കണം. പിന്നെ അവർക്കാണെങ്കിൽ 4 ചേട്ടന്മാരും 4 അനിയന്മാരുണ്ട്. 4 ചേട്ടത്തിമാരും 4 അനിയത്തിമാരുണ്ടെങ്കിൽ എത്ര സന്തോഷമായിരിക്കില്ലേ? 4 അച്ഛന്മാരുണ്ടെങ്കിലോ? എന്നാൽ ആ ചേട്ടനെ നീ കെട്ടിക്കോ. ഇപ്പൊ വരുന്ന ആള് നിനക്ക് ഇഷ്ടപ്പെട്ടാലോ? ചിരിച്ചോണ്ട് കഴുത്ത് നീട്ടിക്കളയും. അവരെങ്ങനെ ഇരിക്കുന്ന ആലോചിച്ച് എക്സൈറ്റിംഗ് ആയിരിക്കുന്നു. ആ വരുന്ന ആളാണെന്ന് തോന്നുന്നു. ഹായ്. ഇവരാണെന്ന് തോന്നുന്നു. ആ, നിനക്കെങ്ങനെ അറിയാം? ഫോണിൽ കേട്ട ശബ്ദവും ബോഡി ലാംഗ്വേജും കറക്റ്റായി മാച്ച് ആവുന്നുണ്ട്. ഹായ്.
രാജേഷ് ഇവിടെ ഇരുന്നോട്ടെ. ആ കംഫർട്ടായിരുന്ന കാല് നീട്ടി ഇവിടെ കിടന്നോ. ദിസ് ഈസ് സിന്ധു, മൈ റൂംമേറ്റ്, മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീ സഞ്ജന. ഹായ്. ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നോക്കാം, ഞങ്ങളുടെ ജോലി ഞങ്ങൾ നോക്കും. ഷുവർ. അതെ വെയിറ്റർ, എന്താ വേണ്ടത്? ഒരു സെക്കൻഡേ. ഇതെല്ലാം എടുത്തിട്ട് വായോ. നിങ്ങളുടെ ഫ്രണ്ട് നല്ല ഫാസ്റ്റ് ആണെന്ന് തോന്നുന്നല്ലോ. നിങ്ങൾ സ്ലോ ആണെന്ന് തോന്നുന്നു. അവർ സംസാരിക്കട്ടെ. സോറി, നിങ്ങൾ പറയൂ. അതായത് ഹലോ ബോസ്, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്നും എന്താ പറയാൻ പോകുന്നെന്നും ഞങ്ങൾക്കറിയാം. വളച്ചു കെട്ടാതെ കാര്യം പറയാൻ നോക്ക്. ഐ ലവ് യു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് മാരേജിനെ കുറിച്ച് ആലോചിക്കാം. നിങ്ങളുടെ ഏജ്? 26. എനിക്ക് 22. ഹൈറ്റ്? 5.8. എനിക്ക് 5.6. വെയിറ്റ്? 65. എനിക്ക് 50. എനിക്ക് അഫയേഴ്സ് ഒന്നുമില്ല. എന്നാൽ നിങ്ങൾക്ക് ചെറുതായി എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവൂലേ? ഇതാ ഈ കുരങ്ങ് കേങ്ങാണ് എന്റെ ഫാമിലി. നിങ്ങളുടെ ഫാമിലി? ഫാമിലിയോ? എന്റെ ഫാമിലിയെ കുറിച്ച് ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങളെ ശല്യം ചെയ്യാനായിട്ട് എന്റെ വീട്ടിൽ ആരുമില്ല. ഇനിയിപ്പോ നമ്മുടെ കല്യാണം നടന്നു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കാനൊന്നും ആരും തന്നെ ഉണ്ടാവില്ല. തീർന്നു. ഇവളുടെ സെന്റിമെന്റ് കീഴടക്കിയല്ലോ. എനിക്കടാ. എന്താ പറ്റിയേ? ബിപിയുടെ റേറ്റിംഗ് റേസ് ആയി. ഫാമിലി മെമ്പേഴ്സിനെ ഉപേക്ഷിക്കുന്നു. നമ്മുടെ പ്രൈവസിക്ക് വേണ്ടിയാ. എന്ത് പ്രൈവസിയാടാ? ഭാര്യയ്ക്ക് വേണ്ടി പാരന്റ്സിന് വേണ്ട നോക്കിയോ? 10 മാസം ചുമന്ന അമ്മയും വളർത്തി വലുതാക്കിയ അച്ഛനും നിനക്ക് ഭാരായി തീർന്നുല്ലേ? എനിക്ക് ആരുമില്ല, എന്നാൽ നിനക്ക് എല്ലാവരും ഉണ്ടായിട്ടും നീ അവരെ ഉപേക്ഷിക്കാൻ ഒരുങ്ങുന്നു. അപ്പൊ ഞാനും നീ തമ്മിൽ എന്താ വ്യത്യാസം? എന്താടാ എന്തില്ലാന്ന്? നിനക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, എല്ലാവരുണ്ട്. എന്നിട്ട് അവരെ ഒന്നും വേണ്ടാത്ത നിനക്ക് പിന്നെ ഞാൻ എന്തിനാടാ? Get lost. എന്താണ് നീ ഇങ്ങനെ? എല്ലാ പെണ്ണുങ്ങളും അമ്മായിയമ്മയും അമ്മായിച്ചനും ഇല്ലാത്ത വീട്ടില് ഭർത്താവിനോടൊപ്പം ഹാപ്പി ആയിട്ട് ജീവിക്കണമെന്ന് വിചാരിക്കും. നീ എന്താടി റിവേഴ്സിൽ ചിന്തിക്കുന്നത്? നീ ജീവിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ കൂടെയാണോ അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെയാണോ? അവരെല്ലാം ഉള്ളവനെ എനിക്ക് വേണ്ടു. ഫാമിലിക്ക് വേണ്ടി ജീവൻ നൽകുന്നവൻ, ഹ്യൂമൻ റിലേഷന് വില കൽപ്പിക്കുന്നവൻ. അങ്ങനെ ഒരുത്തൻ എവിടെയെങ്കിലും ഉണ്ടാവും. അവനെ ഞാൻ പ്രേമിക്കൂ. കടൽ പോലെ ഞാൻ മനസ്സിലുണ്ടെന്ന് കേട്ടു മനമാകെ. കണ്ടതുപോലൊരു കുളിരായി, തേടിയതെല്ലാം നിറമായി. ഈ കേട്ട പാട്ടിന്റെ സ്വരമോ നീയായി. ഈ കണ്ടതോ എൻ മനമായി, നീ തേടിയതെല്ലാം സ്വരമായി. ഞാൻ തേടും മന്മഥനോ എൻ മനസ്സിൻ പ്രതിബിംബം. ഞാൻ തേടും മനസ്സിൻ പ്രതിബിംബം. ഈ പ്രണയം എൻ പ്രണയം. ഈ ശ്വാസമാകവേ എന്നും ഈ പ്രണയത്തിൻ കുളിരാണി. കണ്ണെത്തിടുന്നു പെൺചിന്തേ ഈ പ്രണയത്തിൻ മുകിലേകൂ. ഈ ശ്വാസമാകവേ എന്നും ഈ പ്രണയത്തിൻ കുളിരാണി. കണ്ണെത്തിടുന്നു പെൺചിന്തേ ഈ പ്രണയത്തിൻ മുകിലേകൂ. ആടാ, 500. ദിവസേന 50-100 തരുന്ന നിങ്ങളെ 500 തരുമ്പോ വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. എയർടെല്ലുകാർ 500 രൂപയ്ക്ക് ഫുൾ ടോക്ക് ടൈം തന്നിരിക്കുക. പോയി എന്റെ ഫോണിൽ റീചാർജ് ചെയ്തേക്ക്. നിനക്ക് ചെലവാക്കാനുള്ളതല്ല. റീചാർജിനോ? ഹായ് മദൻ, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങിയിട്ടില്ല അറിയോ? നീ അയച്ച മെസ്സേജ് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തെന്നേ. കസ്റ്റമർ വന്നിട്ടുണ്ട്, ഞാൻ പിന്നെ വിളിച്ചേക്കാം ഡാർലിംഗ്. ഹായ് വീണു. എന്താ മുത്തേ, നോ കോളിംഗ്, നോ ചാറ്റിംഗ്. എന്തു ചെയ്യാനാ, നിന്നെ തന്നെ വിചാരിച്ച് നിന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു ഞാൻ. ശരി, നീ കഴിച്ചോ? ഹലോ വീണു, 1 മിനിറ്റ്. പറയൂ. നിങ്ങൾ ആദ്യം ഫോൺ സംസാരിക്കാൻ നിർത്തൂ. 1 മിനിറ്റ് ലൈനിലിരിക്കു വേണു. വാവ്, വാട്ട് എ മെസ്സേജ്. ഇവള് സാധാരണക്കാരിയല്ല, നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പറയൂ. റീചാർജ് ചെയ്യണം. എത്രക്ക്? 500. ഞാൻ വിചാരിച്ചു ഏതോ 5000-നാണെന്ന്. നമ്പർ പറ. 99. പറയൂ വേണു.
1208 1362. ഹേയ് നോട്ടി, എന്ത് കേക്കോ? തീർച്ചയായും. ശരി, റീചാർജ് ആയോ? ഓക്കെ വേണു, വൈകുന്നേരം കാണാം. ബൈ. നിങ്ങൾ എന്താ ഇത്? ഞാൻ ദിവസേന 1000 കണക്കിന് റീചാർജ് ചെയ്യുന്നതാ. നിങ്ങൾ എന്തോ ഈ 500 രൂപയ്ക്ക് ഇങ്ങനെ ടെൻഷൻ ആവുന്ന? നിങ്ങൾക്ക് റീചാർജ് ചെയ്തു, കാശിങ് തന്നേക്ക്. ഇനി ഒന്ന് പോയി തരുമോ? ഹായ് ചോക്ലേറ്റ് ബേബി. ഇവള് അടങ്ങില്ലെന്നാ തോന്നുന്നേ. നിന്നെ കാണാൻ തോന്നുന്നടാ. നമ്മള് സംസാരിച്ചിട്ട് തന്നെ 2 ദിവസമായി അല്ലേ? ഇപ്പോഴല്ലേ സംസാരിച്ച? വീണ്ടും ഇവനെ തന്നെ വിളിച്ചോ ഞാൻ? ഷിറ്റ്. വലിച്ചു പൊട്ടിച്ചോണ്ട് പോവുക. കാശാര് തരും? പറ്റിൽ എഴുതിക്കോ ചേട്ടാ, കാശ് കിട്ടിയതും തരാം. എന്താടാ അയാള് പുതിയതായിട്ട് കാശൊക്കെ ചോദിക്കുന്നത്? ഈ കടക്കാരനും നമ്മൾ ചീപ്പായടാ. അത്രയൊക്കെ ഉള്ളൂ. 25 വയസ്സായ ആണില്ലാതെ പെണ്ണിന് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. അതെയോ? എന്റെ ഫേവറേറ്റിംഗ് എടുക്ക്. ആ എന്താടാ ചാനക്യ, ഇന്റർവ്യൂ എന്തായി? വീട്ടിൽ തന്നെ ഇരിക്കാൻ പറഞ്ഞോ? അവന്റെ മുഖം കണ്ടാൽ തന്നെ അറിയില്ലേ? ഡാ, സ്ത്രീധനം കൊടുത്താലേ കൊച്ചിന് കല്യാണം, കൈക്കൂലി കൊടുത്താലേ ജോലി ഇല്ലാത്തവന് ജോലി. അതുകൊണ്ട് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് ഷോർട്ട് കട്ടിൽ പോയാൽ ജോലി കിട്ടും. കറക്റ്റാ. എന്റെ അച്ഛനെ കുറിച്ച് നിനക്ക് അറിയില്ല. കൈക്കൂലി എന്നൊക്കെ പറഞ്ഞാല് വെറുതെ വിട്ടേക്കില്ല. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണടാ. എനിക്ക് ജോലി കിട്ടിയതിന് ശേഷം എന്റെ വീട്ടുകാരുടെ സന്തോഷം എനിക്ക് കാണണം. എന്താടാ പറയുന്നേ? ജോലി കിട്ടിക്കഴിഞ്ഞാലേ ആൾക്കാരെ വിടാൻ പറ്റുവോ? എന്താ തെറ്റാണോ? ഞാൻ അങ്ങനെയല്ലപ്പാ. എനിക്ക് ജോബ് കിട്ടിയ ഉടനെ വീട്ടിലെല്ലാവർക്കും ഗുഡ് ബൈ പറഞ്ഞിട്ട് ഫ്ലാറ്റ് മേടിച്ച് ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ കള്ളു കുടിച്ചോണ്ട് ഗേൾ ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ടിരിക്കും ഞാൻ. നിർത്തറ. എന്ത് പറ്റിയടാ ഭാഷയിലെ രജനീകാന്തിനെ പോലെ കിടന്ന് വിളിക്കുന്നേ? നിങ്ങൾക്ക് ബുദ്ധി വല്ലതുണ്ടോ? ഇത്രയും ദിവസം നമ്മളെ നോക്കിയവരെ ജോലി കിട്ടിയതിന് ശേഷം നമ്മൾ അവരെ നോക്കണം. നമ്മുടെ ആദ്യത്തെ സമ്പാദത്തില് അച്ഛനും അമ്മയ്ക്കും തുണികള്, ചേട്ടനും ചേട്ടത്തിക്കും ഗിഫ്റ്റ്, അനിയത്തിക്ക് വളകള്, കുഞ്ഞുമോന് ചോക്ലേറ്റ്. ഓർത്ത് നോക്കുമ്പോ തന്നെ ഹാപ്പി ആയിരിക്കുന്നു. കഷ്ടോ നഷ്ടോ സന്തോഷമോ അഭിനന്ദനങ്ങളോ നമുക്ക് കിട്ടുന്ന ഓരോ ഫീലിങ്സും ഫാമിലി മെമ്പേഴ്സിനോട് ഷെയർ ചെയ്താൽ ആ സന്തോഷം വേറെയാടാ. നാളെ നിനക്ക് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയ്ക്ക് കൂട്ടുകുടുംബോ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിനെ പിരിച്ചാ തനി കുടുംബത്തിനും പോണെന്ന് പറഞ്ഞാലോ എന്ത് ചെയ്യും? ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിലേ എന്റെ ഫീലിംഗിന് ഷെയർ ചെയ്യുന്ന ഒരു പെണ്ണിനെ കല്യാണം കഴിക്കൂ. ഹലോ മാസ്റ്റർ, വീട്ടിലുള്ള പെണ്ണുങ്ങളെ കെയർ ചെയ്യാതെ താൻ തോന്നിയായിട്ട് നടക്കുന്ന കാലമായി ഇത്. പഴയ പടത്തിലെ ഹീറോയിനെ പോലെ ഇപ്പൊ ഒരു പെണ്ണിനെയും കിട്ടില്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോ ഇവൻ അച്ഛനമ്മ, അനിയത്തി ചേട്ടൻ, അമ്മാവൻ അമ്മായി എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. എടി വാടി പോടി എന്ന് പറയാൻ ഇവന് യോഗമില്ല. നിർത്തറ. എന്നെ പ്രേമിക്കുന്നവൾ ഫാമിലിക്ക് വേണ്ടി ജീവൻ തരുന്നവളായിരിക്കും. എനിക്ക് വേണ്ടി എവിടെയെങ്കിലും ജനിച്ചിട്ടുണ്ടാവും. യെസ്, കിട്ടിപ്പോയി. ഇവിടെ ഉണ്ട്. എന്റെ ഫ്രണ്ടിന് പറ്റിയ ഭർത്താവിനെ കിട്ടി. ആ പറയച്ചാ. എടാ, നീ ആ റീചാർജ് ചെയ്തോ? അത് ഞാൻ എപ്പോഴോ ചെയ്തല്ലോ ചാ. പക്ഷെ ഇനി റീചാർജ് ആയിട്ടില്ലല്ലോടാ. ഹലോ, ഞാൻ തന്ന നമ്പറിന് റീചാർജ് ആയിട്ടില്ല. ആയില്ലേ? അതെങ്ങനെ സംഭവിക്കും? സന്തോഷ്, ഫോൺ സംസാരിച്ചാലേ കൊന്നേക്കും. റീചാർജ് ആയോ ഇല്ലേ പറയേ. ആയെന്നേ. പക്ഷെ അവിടെ റീചാർജ് ആയിട്ടില്ല. നിങ്ങൾ എന്താ എങ്ങനെയൊക്കെ പറയുന്നത്? എന്താ എങ്ങനെ പറയുന്നോ? ഒന്ന് വിട്ടാലുണ്ടല്ലേ. ചെക്ക് ചെയ്യ്. അത് ചെക്ക് ചെയ്യുന്നു. നമ്പർ പറയൂ. 9912081362. 1362 ആണോ? അതെ. ഹൊറർ മൂവി കണ്ട പോലെ എന്നെ എന്തിനാ തുറച്ചു നോക്കുന്നേ? ടെൻഷൻ ആയിരിക്കുന്നു. റീചാർജ് ആയോ ഇല്ലയോ? ആ നമ്പറിലേക്ക് റീചാർജ് ആയിട്ടില്ല. എന്ത് ആയില്ലെന്നോ? 1362 പകരം 1368 അയച്ചു. തെറ്റ് സംഭവിച്ചു. നടക്കുന്നറിയാം. നടക്കാതെ എങ്ങനെ ഇരിക്കുക? എനിക്ക് അറിയായിരുന്നു നീ ഫോൺ സംസാരിക്കായിരുന്നില്ലേ. ഇത്രക്ക് ഞാൻ പറഞ്ഞില്ലേ. ഈ ഭാഗത്ത് ഹായ്, ഈ ഭാഗത്ത് ഹലോ, വാട്ട് മെസ്സേജ് എന്നോട് ആടിക്കൊണ്ടിരിക്കും. നീയൊക്കെ ഒരു പെണ്ണല്ലേ? ഇതൊക്കെ എനിക്കെന്തിനാ? എന്റെ കാശ് തിരിച്ചു തന്നെ. എന്റെ അടുത്ത് അത്രയൊന്നും ഇല്ല. അങ്ങനെയാണോ? അപ്പൊ അവരോട് ചോദിക്കേ. അതാരാ? അതന്നെ, നീ ഫോണിന്റെ ലൈൻ ഇടുന്നില്ലേ അവനെ തന്നെ. അവരെന്തിനാ തരുന്നത്? എന്താ കൊടുക്കില്ലേ? പക്ഷെ നീ അവര് ചോദിച്ചാൽ എല്ലാം കൊടുത്തേക്കോ അല്ലേ? ആവശ്യമില്ലാത്തവന്മാർക്ക് ഫോൺ വിളിക്കല്ലേ വേണ്ടത്. കസ്റ്റമർ ഫോണിലേക്ക് റീചാർജ് ആയാൽ നോക്കുക വേണ്ടത്. ഇപ്പൊ എന്തിനാ കരയുന്നേ? പെണ്ണായത് കൊണ്ട് കരയാൻ പറ്റുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ? എന്റെ അച്ഛൻ 10 രൂപ ചെലവാക്കാൻ 10 പ്രാവശ്യം ആലോചിക്കും. അങ്ങേർക്ക് 500 പോയെന്ന് അറിഞ്ഞാലേ. ഞാനൊരു ഐഡിയ പറഞ്ഞോട്ടെ? എന്താ? ഞാൻ റീചാർജ് ചെയ്ത നമ്പർ പറഞ്ഞുതരാം. ആ നമ്പറിലേക്ക് കോൾ ചെയ്ത് പൈസ തിരിച്ചു ചോദിക്കോ.
ബുദ്ധി വർക്കാവുന്നുണ്ട്. അതുകൊണ്ടല്ലേ എത്ര പേരെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്നേ. നമ്പർ പറ. 9912001368. നോക്കിയേ, ഫ്രണ്ട്ലി ആയിട്ട് ഒരു കാര്യം പറയട്ടെ. പെണ്ണ് ചെക്കന് റിങ് കൊടുത്താലും ചെക്കൻ പെണ്ണിന് റിങ് കൊടുത്താലും നിങ്ങൾക്കാണ് പ്രശ്നം. സോറി, ഞാൻ ഏതോ ടൈം പാസിന്. ടൈം പാസിന് ഈ ലോകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കയ്യിൽ ഫോൺ ഉണ്ടെന്ന് സംസാരിക്കുന്നത്, മുഖം പോലും നോക്കാതെ ചാറ്റിംഗ് ചെയ്യുന്നത്, അവിടുന്ന് തുടങ്ങി സിനിമ, പാർക്ക്, പബ്ബ്, ബീച്ച്, റൂം, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അവന് നീ ബോറടിച്ചാലും നിനക്ക് അവനെ ബോറടിച്ചാലും അവസാനമുള്ളത് സൂസൈഡ് ആണ്. സോ ഇന്നു മുതൽ നീ സംസാരിക്കുന്നത് നിർത്തിയിട്ട് റീചാർജ് മര്യാദയ്ക്ക് ചെയ്യട്ടോ. ജോലി നോക്ക്. ഹലോ. ഹേ, നിനക്ക് പറ്റിയ നല്ലൊരാളെ ഞാൻ ഇപ്പൊ കണ്ടു. യെസ്, നീ ആഗ്രഹിച്ച പോലെ അവന് ഫാമിലി റിലേഷൻ എന്നൊക്കെ പറഞ്ഞ പ്രാന്താണ്. അപ്പൊ നീ ഫിക്സ് ചെയ്തോ അവനാ എന്റെ ഭർത്താവ്? അല്ല, അയാൾക്ക് ഗേൾഫ്രണ്ട് ഉണ്ടോ? കുറച്ചു നേരത്തിന് മുൻപ് ഞാൻ കണ്ട സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോ അവൻ ഇല്ലെന്നാണ് തോന്നുന്നത്. ഒരു പക്ഷെ സെറ്റ് ആയിട്ടുണ്ടാവില്ല. പക്ഷെ നിനക്ക് ഇഷ്ടപ്പെടണമല്ലേ? ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അയാളായിരിക്കും എന്റെ ഭർത്താവ്. അതുപോട്ടെ, നീ എവിടെയുള്ളത്? ഞാൻ ഇവിടെ അടുത്തുണ്ട്. ഞാൻ വന്നോണ്ടിരിക്കുവാ. ടെൻഷൻ അടുപ്പിക്കില്ലേ, നീ വേഗം വാ. ഹലോ. ഹലോ ഹലോ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സംസാരിച്ചാ മാത്രം മതിയോ അതോ പാട്ട് പാടോ? പാടാൻ എനിക്ക് അറിയില്ല, വൺലി സംസാരം. ശരി, എന്നാ പറ. അത് കാര്യം എന്താന്ന് വെച്ചാല്, എനിക്ക് മനസ്സിലായി. ജസ്റ്റ് ഇപ്പഴാ എനിക്കൊരു ലവറിനെ കിട്ടിയത്. മാക്സിമം മാരേജ് ഫിക്സ് ആയ പോലെയാ. നിങ്ങൾ വേറെ ആരെങ്കിലും ട്രൈ ചെയ്യേ. ഹലോ, ഫോൺ കട്ടാക്കിയല്ലോ. എന്താ ലവർ എന്ന് പറയുന്നേ? എനിക്കെന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നേ? മേഡം 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 മേഡം, നിങ്ങളെ MD സാർ വിളിക്കുന്നുണ്ട്. നോൺസെൻസ്, എല്ലാരും ടൈം വേസ്റ്റ് ചെയ്യാണ്. എന്താ ഇവിടെ നടക്കുന്നേ? മേ കം ഇൻ സർ? യാ, കം ഇൻ. താങ്ക് യു സർ. ഐ വാണ്ട് ടു ടെൽ സംതിങ് ലൈക്ക് യു. എന്റെ ഇന്റൻഷൻ എന്താണെന്ന് വെച്ചാൽ, എന്റെ ബിസിനസ് ഈ ഈഫൽ ടവറിന്റെ അത്ര ഉയരത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നിങ്ങളെപ്പോഴുള്ള ആൾക്കാരെ വെച്ചാല് സെൽ ടവറിന്റെ ഉയരത്തിൽ പോലും വളരത്തില്ല. ശരി, ആ വർക്ക് കഴിഞ്ഞായിരുന്നോ? ഏത് വർക്കാ സർ? ഈ സമയത്ത് കഴിഞ്ഞിരിക്കണല്ലോ. സർ, അത് ഫിനിഷ് ചെയ്തേക്കാ സർ. നടക്കില്ല. അതെങ്ങനെ നടക്കും? നീ ചെയ്യുന്ന ജോലിയെക്കാളും നിനക്ക് സെൽഫോണിൽ വരുന്ന കോളുകളാണ് അധികമായിട്ടുള്ളത്. അപ്പൊ എങ്ങനെ നടക്കും? നടക്കില്ല. സർ, ടൈം വേസ്റ്റ് ആകുന്ന കരുതി ഞാൻ ടൈം പോലും നോക്കാറില്ല. അയ്യോ, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ട്. ഐ ലൈക്ക് ദിസ് വർക്ക് ടെൻഷൻ. കീപ് ഇറ്റ് അപ്പ്. അല്ല, എന്താ ഇപ്പോഴല്ലേ നീ എന്നോട് എന്തൊക്കെ പറഞ്ഞത്? ഒന്നുകിൽ നീ റിസീവ് ചെയ്യേ അല്ലെങ്കിൽ കട്ട് ചെയ്യേ, അല്ലെങ്കിൽ അതുകൊണ്ട് രണ്ടുപേർക്കും ഡിസ്റ്റർബൻസ് ആവും. മനസ്സിലായോ? നാസ്റ്റി കോൾ, നാസ്റ്റി കോൾ. വെയിറ്റ് ചെയ്യേ, ജസ്റ്റ് എ മിനിറ്റ്. ഹലോ. എന്തിനാ നിങ്ങൾ ഫോൺ കട്ട് ചെയ്ത്? കട്ട് ചെയ്യാതെ നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കണമെന്നാണോ? നോക്കിയേ, നിങ്ങൾ ഇതുപോലെ സീരിയസ് ആയി സംസാരിച്ചാലേ എനിക്ക് ചോദിക്കാൻ സങ്കടം തോന്നുന്നു. നിങ്ങൾ ഒന്നും ചോദിക്കണ്ട, ഞാനിപ്പോ ഇമ്പോർട്ടന്റ് മീറ്റിംഗിലുള്ളത്. ഇനി എന്നെ ശല്യം ചെയ്യാൻ വന്നാലുണ്ടല്ലോ, കസ്റ്റമർ കെയർ വഴി നിന്റെ അഡ്രസ് കണ്ടുപിടിച്ച് ഞാൻ കേസ് കൊടുക്കും. കട്ടാക്കി. ഇവള് ക്ലാസ് എന്നാ വിചാരിച്ചേ. വലിയ മാസാണ്. അയ്യോ, ഞാൻ പോകുന്നു സർ. സർ, ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് കഴിഞ്ഞോന്ന് ചോദിക്കണ്ട സർ. അങ്ങനെ ചോദിച്ചാൽ സമയം വേസ്റ്റ് ആവില്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി ഇതേത് നാസ്റ്റി കോളാ? ഹലോ. എന്താ? ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഡോക്ടർ എന്താ പറഞ്ഞത്? എന്റെ കുഴപ്പം കൊണ്ടാണ് കുഞ്ഞുണ്ടാവാത്തതെന്നോ? അയാൾ എന്തൊക്കെയാ പറയുന്നത്? അയാളോട് ഇങ്ങനൊന്നും പറയരുതെന്ന് പറ. ഇങ്ങനെയുള്ള ടൈം വേസ്റ്റ് കാര്യങ്ങൾക്കൊന്നും എന്നെ ഇൻവോൾവ് ആക്കല്ലേ. അതെ, ഈ കുട്ടികളുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നീ ഡോക്ടറിനോട് ഡീൽ ചെയ്താൽ മതി. നാസ്റ്റി ഫോൺ, നാസ്റ്റി ഫോൺ. ഛേ. ഹായ്. ഹായ്. കൺഗ്രാറ്റുലേഷൻ ഉണ്ട്. അതൊക്കെ പിന്നെ പറയാം. അവരാരാ, എവിടെയാ കണ്ടേ? എന്താടി? ഫോണിൽ ഒരുത്തൻ ടോർച്ചർ ചെയ്യാന്നേ. അവന് ഫിനിഷിംഗ് ടച്ച് കൊടുത്തിട്ട് വരാം. ഇവിടെ നോക്കുന്നുണ്ടോ? യെസ് സർ. There is a problem. ഓക്കേ. ഏയ്, നിനക്ക് എന്താ വേണ്ടേ? നീ എന്തിനാ ഫോൺ ചെയ്യുന്നേ? നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? ഇല്ലെന്തേ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിന്റെ മാറ്റർ എന്താന്ന് പറ. മണി മാറ്റർ. മണി മാറ്ററോ? നമുക്കിടയിൽ എങ്ങനെ മണി മാറ്റർ? അത് പിന്നെ ഞങ്ങളുടെ ഫോൺ റീചാർജ് ചെയ്തപ്പോ നിങ്ങളുടെ ഫോൺ റീചാർജ് ആയി. വാട്ട്? എന്റെ ഫോൺ റീചാർജ് ചെയ്ത് തരാൻ നീ ആരടാ? ഓ, പെൺകുട്ടികളെ ട്രാപ്പ് ചെയ്യാനായിട്ട് പുതിയ അടവും കൊണ്ട് ഇറങ്ങിയിരിക്കല്ലേ? ഞാൻ അങ്ങനത്തെ ആളൊന്നല്ല.
എന്റെ കാശ് തരികയാണെങ്കിൽ ഞാനെന്തിനു തരുന്നേ? ഞാൻ റീചാർജ് ചെയ്യാൻ പറഞ്ഞോ? അത് അറിയാതെ ആയിപ്പോയിനെ. എങ്കിലേ ആ കാശങ്ങ് പോയിന്ന് കരുതിയാ മതി. ഫോൺ ചാർജ് ചെയ്ത് ബോയ് ഫ്രണ്ട് ആകാൻ ശ്രമിക്കുന്നു. ഇഡിയറ്റ്. സംസാരിച്ചോ? റീചാർജ് എന്തായി? കഴിക്കേ. റീചാർജിന് കാശ് കൊടുത്തു, പക്ഷെ അവര് വേറെ നമ്പറിലേക്ക് മാറ്റി ചെയ്തു വെച്ചാ. അങ്ങനെയോ? അതേച്ചാ. മിണ്ടായിരിക്കടാ. 500 രൂപ കൈ കിട്ടിയപ്പോ ബാക്കിയൊക്കെ മറന്നു അല്ലേ? പഴയ ആഗ്രഹങ്ങളൊക്കെ ഓർമ്മ വന്നു. ഫ്രണ്ട്സിന്റെ കൂടെ പോയി അതൊക്കെ തിന്ന് ചെലവാക്കിയിട്ടുണ്ടാവും. എന്നിട്ട് ഇവിടെ വന്ന് ഓരോന്ന് പറയാ. എന്റെ കയ്യിൽ കാശ് തന്ന് എന്നെ പറഞ്ഞാ മതിയല്ലോ. നിങ്ങളെങ്കിലും വിശ്വസിക്കാട്ടാ. എടാ, നീ മരുഭൂമിയിലും മണലും കാട്ടിലും ഇലയും വിൽക്കുന്ന ഒരാളാണ്. നിന്നെ ആരെങ്കിലും കളിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാ വിശ്വസിക്കുന്നേ? കഴിക്ക്. 500 രൂപയല്ലേ, പോണെങ്കി പോട്ടെ നോക്കി. അല്ല, ഒരു കാര്യം മനസ്സിലാവുന്നില്ല. സിനിമയിൽ ഹീറോ നുണ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ നീ നുണ പറഞ്ഞാലും അത് സത്യമായിട്ടാ തോന്നുന്നേ. നീ കഴിക്കടാ, കഴിക്കേ. ഒരു കള്ളം വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന പ്രയത്നം ഉണ്ടല്ലോ, അടിപൊളി ചേട്ടാ. 500 രൂപയ്ക്ക് വേണ്ടി 25 കൊല്ലത്തെ ബഹുമാനം പോയി കിട്ടി. The number you have dialed is not reachable. The number you have dialed is not reachable. എന്റെ 500 രൂപ എന്താണാ ചെയ്തേ? എന്റെ അച്ഛനെ സ്വപ്നത്തിനെ ചീത്ത പറയുകയാണെങ്കിൽ നേരം എടുത്ത കാര്യം പോക്ക. പകൽ സമയത്ത് ബിസിനല്ലേ വരുന്നേ. ഇപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഹലോ. ഹലോ, നീയോ? ഞാൻ തന്നെയാ. ഉറങ്ങുകയാണോ? ഈ നേരത്തെ പിന്നെ ഉറങ്ങാതെ നിന്നെ പോലെ ഡിസ്റ്റർബ് ചെയ്യണോടാ? നിനക്ക് കുറച്ചെങ്കിലും ബോധമുണ്ടോ? ഒരു പെൺകുട്ടിക്ക് ഈ നേരത്താണോ വിളിക്കാം? നിങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളുടെ മുത്തശ്ശിയാണെങ്കിലും ഞാൻ എങ്ങനെ വിളിക്കുള്ളൂ? എന്റെ സാഹചര്യം അങ്ങനത്തെയാണ്. ഈ നേരത്തെ ഫോൺ ചെയ്ത് നീ കൊള്ളരുതാത്തവനാ. ആരാടി കൊള്ളാത്തവൻ? നീയോ ഞാനോ? എന്റെ കാശ് തിരിച്ചുതരാൻ പറഞ്ഞ എന്താടി ചാടി കളിക്കുന്നേ? ഏയ്, അത് എന്ത് ലാംഗ്വേജ് ആടാ? നിനക്ക് പറയാൻ അറിയില്ലേ? വിഷമത്തിലുള്ളവര് ശരിക്കും സംസാരിക്കാൻ കഷ്ടാണ്. അത് നിന്നെ പോലത്തെ ആളുകളോട് വളരെ കഷ്ടാണ്. മര്യാദക്ക് കാശ് തന്നേക്ക്. മര്യാദക്ക് ചോദിച്ചിരുന്നെങ്കിൽ തന്നേനെ. ഇനി എന്നെ കൊന്നാലും തരില്ല. നിന്നെ കൊന്നെങ്കിലും ഞാൻ വാങ്ങും. കരാട്ടയിൽ 4-5 ബെൽറ്റ് വാങ്ങിയിട്ടുണ്ട് ഞാൻ. ഞാനൊന്നും തന്നാലുണ്ടല്ലോ നീ കോമാ സ്റ്റേജിൽ കിടക്കും. എടീ, എന്താണ് ഇവിടെ സംസാരിച്ചുകൊണ്ടേ പോകുന്നത്? മര്യാദക്ക് കാശ് തന്നേക്ക്. ചില്ലി കാശ് തരില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. നിനക്കുള്ള സമയം എത്രയും പെട്ടെന്ന് എത്തോടി. ഏയ്, വല്ലാണ്ട് സംസാരിച്ചാലേ കൊന്നു കളയും നിന്നെ. നിനക്ക് അത്രയും ധൈര്യം ഉണ്ടെങ്കിലേ എന്റെ മുമ്പിൽ വന്നോക്ക്. അപ്പൊ അറിയാം ഞാൻ ആരാണെന്ന്. 10 പൈസ പോലും തരില്ല. നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. എന്റെ ദൈവമേ, അവളുടെ വാക്ക് കേട്ട് ഞാനും സംസാരിച്ചു പോയി. ഇപ്പൊ അവള് 500 തരുവോ തരില്ലേ? സ്റ്റോപ്പ് സ്റ്റോപ്പ്. ഇവിടെയാണല്ലോ കണ്ടത്. വീണ്ടും വിളിക്കുന്നു. ആര്? അതെ, ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നെന്ന് പറഞ്ഞില്ലേ, അവൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണേ. ഹലോ. ഫോൺ എടുത്തതിന് വളരെ നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം, അല്ലാണ്ട് തന്നെ ഒരുപാട് ടെൻഷനില്ല. നീ വീണ്ടും ടെൻഷൻ ആക്കല്ലേ. നീ ഇന്നലെ ചെയ്ത കാര്യത്തിന് ഞാൻ കേസ് കൊടുക്കേണ്ടതായിരുന്നു. സമയം ഇല്ലാത്തതുകൊണ്ടാ. മാഡം 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 നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. എന്റെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കണം. 500 രൂപയ്ക്ക് വേണ്ടി എന്റെ അച്ഛൻ സ്വപ്നത്തിൽ വന്ന് ടോർച്ചർ ചെയ്യാണ് മാഡം. പ്ലീസ് മാഡം. അതിനിപ്പോ ഞാൻ എന്താ വേണ്ടേ? ആ 500 നിങ്ങൾ തന്നില്ലെങ്കിൽ 5 മാസത്തേക്ക് എന്റെ അച്ഛൻ എന്താ ചോറ് തരില്ലേ? ചോറ് തരും, പക്ഷെ അതിന്റെ കൂടെ പച്ചക്കറി തരില്ല. പ്ലീസ് പ്ലീസ് മാഡം, 500 രൂപ തന്നേക്ക് മാഡം. പ്ലീസ് മാഡം. ശരി ശരി, നീ റൂഡായി സംസാരിച്ചതോടെ തരില്ല എന്ന് പറഞ്ഞേ. താങ്ക്സ് മാഡം. നിങ്ങളിപ്പോ എവിടെയുള്ളേ? മാഡം, ഞാൻ കൃഷ്ണകാന്ത് പാർക്കിന്റെ പുറത്താണ് മാഡം. ശരി, നിന്നെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയാ? നിങ്ങൾ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല മാഡം. ലോകത്തുള്ള എല്ലാ വിഷമങ്ങളും എന്റെ മുഖത്ത് തന്നെ ഉണ്ടാകും. നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താം. ശരി ശരി, അവിടെ തന്നെ നിക്ക്. സിന്ധു, ഞാൻ ഓഫീസിലേക്ക് പോവാ. അവർ കൃഷ്ണകാന്ത് പാർക്കിനടുത്തുണ്ടാവും. ഈ 500 രൂപ അവർക്ക് കൊടുത്തേക്ക്. നമ്മൾ എന്തിനു കൊടുക്കണം? സാരില്ല, കരയാ അവർ.
അവരുടെ നമ്പർ സേവ് ചെയ്തേക്ക്. യാ 99. ഹലോ ഹലോ, ആ നിങ്ങൾ എവിടെയാണ്? ഇവിടെ തന്നെയുണ്ട്. ബ്ലാക്ക് ഷർട്ട്. ആ, 500 തരാൻ പറഞ്ഞിരുന്നു. ആ എനിക്കെന്നെയാ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അവിടെ ഫാമിലി റിലേഷൻ. അല്ല, എന്ത് ഫാമിലി, എന്ത് റിലേഷൻ, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒരു മിനിറ്റ്. ഇവൾക്കും ബോയ് ഫ്രണ്ട് ഉണ്ടല്ലേ? അവിനാഷ് എവിടെയാണ്? നിനക്ക് വേണ്ടി ഞാൻ എത്ര നേരം വെയിറ്റ് ചെയ്യണം? എടേ, എന്തൊരു വെയിറ്റിംഗ്, എന്തൊരു വെയിറ്റിംഗ്? അവിടെ പോയി വെയിറ്റ് ചെയ്യടി, പോടി. വെയിറ്റിംഗ് അത്ര വെയിറ്റിംഗ്. പറയ് സിന്ധു, ആ കഷ്ടപ്പാടുകാരനെ കണ്ടോ നീ? ആ കഷ്ടപ്പാടുകാരൻ മറ്റാരുമല്ലടി, നിന്റെ ഭർത്താവ് രാമനാണ്. വാട്ട്, റിയലി? അതെ, നമ്മൾ അന്വേഷിക്കുന്ന മിസ്റ്റർ പെർഫെക്റ്റും 500 പാർട്ടിയും ഒരാളാണ്. ഓ മൈ ഗോഡ്. ആ ഗോഡ് നിന്നിട്ട് കളിപ്പിക്കുക. നീ ഫോണിൽ വഴക്ക് പറയുന്നു, പുറത്ത് അന്വേഷിച്ച് നടക്കുന്നു. അവർ പോയോ? ഇനി പോയിട്ടില്ലടി. പക്ഷെ കാശ് കൊടുത്ത് പോകുമെന്ന് തോന്നുന്നു. കൊടുത്തേക്കട്ടെ? വേണ്ട വേണ്ട. അയ്യോ, ഫോണിൽ നീ ഒരു പ്രാവശ്യം വഴക്ക് പറഞ്ഞില്ലേ? ഇപ്പൊ നേരിട്ട് കാശ് കൊടുക്കില്ലെന്ന് പറഞ്ഞ എന്നെ അടിച്ചാലോ? നീ എന്ത് വേണേലും ചെയ്യ, എന്നാൽ ഞാൻ വരുന്നത് വരെ വെയിറ്റ്. എനിക്ക് എന്തിനാ ഇത്തരത്തിലുള്ള ടെൻഷനൊക്കെ? ശരി, വേഗം വാ. ഹലോ, ചിരിക്കാൻ വേണ്ടി വന്നതാണോ? കാശെടുക്ക. ആ, കാശ് തരാം. തരാനാണല്ലോ ഞാൻ വന്നത്. എന്നാലും നീയാണ് ആ ആളെന്ന് എന്താണ് ഗ്യാരണ്ടി? നീ ഭൂമിയിലെ എവിടെയാണ് ജനിച്ചതടി? നമ്പറില്ലേ? നോക്കിക്കോ, മര്യാദക്ക് സംസാരിക്കേ. നിനക്ക് കാശ് തരേണ്ടത് ഞാനല്ല, എന്റെ ഫ്രണ്ടാണ്. പിന്നെ നീ എന്തിനാ എവിടേക്ക് വന്നേ? അവളിപ്പോ കുറച്ച് ദൂരത്തിലാണ്. നിങ്ങൾ ഫോണിൽ കൂടി കരഞ്ഞെന്ന് പറഞ്ഞു. ആ ഡിപ്രഷനിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്ത അവക്കല്ലേ പ്രോബ്ലം. അതാണ് ഞാൻ ആദ്യം വന്ന് ധൈര്യം തന്നത്. ഓഹോ, അങ്ങനെയാണെങ്കി ഇപ്പൊ നീ എനിക്ക് ധൈര്യം തരാൻ പോവാണല്ലേ? ആ, ധൈര്യമൊന്നും തരില്ല. ഞാനൊരു ചെറിയ കഥ പറയട്ടെ. കഥയിൽ നിറയെ ട്വിസ്റ്റ് ഉണ്ട്. ഓഹോ, രവി, രാജു എന്ന് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സ് ഉണ്ടല്ലോ. രവിയുടെ ഫ്രണ്ടാണ് രാജു. രാജുവിന് രവി ഫ്രണ്ടാണെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? അങ്ങനെയല്ല, എനിമി. ട്വിസ്റ്റ് കൊള്ളാമല്ലേ? ഈ ഗ്യാപ്പില് അവർ 2 പേരുടെ നടുവില് ലത വന്നു. ലതയെ രവി ലവ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ലത രവിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടല്ലേ? ഇല്ലാട്ടോ, രാജുവിനെയാണ് പ്രേമിക്കുന്നത്. ട്വിസ്റ്റ് വീണ്ടും കൊള്ളാലേ? ഇതിനുള്ളിൽ അവർ 2 പേരുടെ നടുവിൽ വേണു വന്നു. ലതയുടെ ചേട്ടൻ. വേണു എന്തിനാണ് വന്നതെന്ന് ആലോചിക്കുന്നുണ്ടല്ലേ? എന്താണ് അന്വേഷിക്കുന്നത്? കഥയിലെ ട്വിസ്റ്റ് കൂടുതലായില്ലേ? അതെങ്ങനെയാ തീർക്കാന്ന്? ഒരു മിനിറ്റ്. ഞാൻ തീരുമാനം ഉണ്ടാക്കാൻ പോകുന്നതേ നിന്റെ സ്റ്റോറിക്കല്ല, നിന്റെ ലൈഫ് സ്റ്റോറിക്കാണ്. ഞാനിവിടെ ടെൻഷനിലിരിക്കുമ്പോ കഥ പറയാമല്ലേ? കഥ നിന്നൊക്കെ ഞാനേ വന്നിരിക്കുന്നു. എവിടെ കളി പോന്ന് നിൽക്കാനാ പറഞ്ഞേ? അവിടെ നിക്ക്. ആരാ നിങ്ങൾ? ഓയ്, നീ ആരാടേ? ആരാണെന്ന് ചോദിക്കുന്നു നീ? നിന്റെ കഷ്ടപ്പാടുകാരൻ ഇവനാണ്. ഇവിടെ ഒരുത്തൻ സീരിയസ് ആയി സംസാരിക്കുമ്പോ നിങ്ങൾ എന്താ സീക്രട്ടായി സംസാരിക്കുന്നേ? നിന്റെ ഫ്രണ്ട് എവിടെ? ഓ, നിങ്ങളാണോ? എന്റെ കാശെന്നാലേ ഞാൻ പോയേക്കാം. ഹലോ, എന്റെ കാശ് തരാനേ. വാ. എവിടേക്ക്? അങ്ങോട്ട്. വേറെ എങ്ങോട്ടാ? എപ്പോഴും പേഴ്സിൽ കാശുണ്ടാവോ? ATM-ലേക്ക്. ഞാനോ? ഞാൻ പെണ്ണുങ്ങളുടെ വണ്ടിയൊന്നും കയറാറില്ല. എന്താ അപ്പൊ കാശ് വേണ്ടേ? ഓക്കേടി, നമുക്ക് ഓഫീസിൽ വെച്ച് കാണാം. ബൈ കഷ്ടപ്പാടുകാരാ. കഷ്ടപ്പാടുകാരനോ?
നീയൻ ചരത്താൽ സിന്ദൂരപ്പൂവായി അണിയിച്ചു കൊണ്ടാടാം ഉരിയാടും മാലാഖേ വരു നീയൻ ചരത്താൽ സിന്ദൂരപ്പൂവായി അണിയിച്ചു കൊണ്ടാടാം പ്രിയേ നീ വരുമോ അലിയാന ഉണരും നേരം തണലേകാം നീ വരുമോ തണലേകാം ഉണരും നേരം മണിമീട്ടാൻ ഉരിയാടും മാലാഖേ വരു നീയൻ ചരത്താൽ സിന്ദൂരപ്പൂവായി അണിയിച്ചു കൊണ്ടാടാം വെള്ളിത്തേരിലായി വരുമോ എൻ മൗനം കാണാൻ കൊതിയുണ്ടോ സ്നേഹം തോന്നും നേരത്തെല്ലാം പോരുന്നു ഇത് സ്നേഹമായ തീരത്തോ മനസ്സാകെ നീയും വന്നു പോയി തണലായി ചേർന്നു നിന്നരികിൽ ഈ നേരം നിന്നോടൊപ്പം ചേരാനായി ഞാൻ വന്നു നീ എൻ പെൺമണിയോ കണ്ണിൻ തേൻ കണിയോ മാനത്തെല്ലാം നിന്നിൻ നിറമോ ജന്മം പൂക്കും നിമിഷം പാടാം നിന്നോടൊപ്പം അരികിൽ ഈ ജന്മം പൂക്കും നിമിഷം പ്രണയത്തിൻ ശിശിരം കാണുമ്പോൾ വരുമോ നീ എന്നരികത്തായി ഈ നിമിഷം നിന്നോടൊപ്പം ആടിപ്പാടാം വന്നോട്ടെ പിന്നെ മനമോ സ്വർണ്ണപ്പൂങ്കനിയോ എന്റേതെല്ലാം നിന്റേതല്ലേ അതെ എന്താ ഇത് ചെറിയ പിള്ളേരെ പോലെ ഒച്ച വെക്കുന്നേ? അല്ല നിങ്ങൾ കണ്ടില്ലാത്തത് കൊണ്ട്. ഞാനും അത് കണ്ടു. എന്റെ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല. എന്ത് ബാലൻസ് ഇല്ലെന്നോ? എന്താ കളിക്കാണോ നിങ്ങള്? കളിപ്പിക്കാൻ നീ ആരാ? എന്റെ ഫ്രണ്ടോ ലവറോ? റീചാർജ് ചെയ്തേനെ, സംസാരല്ല, കാശാണ് തരേണ്ടത്. എന്റെ ഫോൺ ആരാ റീചാർജ് ചെയ്യാൻ പറഞ്ഞേ? ഞാൻ പറഞ്ഞോ? ഞാൻ പറഞ്ഞോന്ന് അറിയാതെ ചെയ്തു പോയി. അതിനിപ്പോ എന്താ? 500 രൂപയ്ക്ക് വേണ്ടി പെണ്ണുങ്ങളുടെ പുറകെ നടക്കണം. എന്താ ഇങ്ങനെ പെണ്ണുങ്ങളുടെ പിറകെ നടക്കല്ലേ പണി? എനിക്ക് ശീലല്ല. ഇനി ശീലിച്ചോളൂ. വീട്ടിൽ ആരുടെ മുഖത്തിൽ നോക്കാൻ പറ്റുന്നില്ല. എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തല്ലേ ഭർത്താവേ. അതെ, ആദ്യം ലവർ എന്ന് പറഞ്ഞപ്പോ ഭർത്താവ് എന്ന് പറയുന്നു. നിങ്ങളുടെ സംസാരം ശരിയല്ല കേട്ടോ. ആഹാ, അപ്പൊ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിച്ചതാ? ഫോൺ നമ്പർ നോക്കി റീചാർജ് ചെയ്യാൻ അറിയാത്ത ആളാ പഠിപ്പിക്കാൻ പോകുന്നേ. ഇപ്പോൾ എന്റെ 200 രൂപയുള്ളൂ. കാണാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനെ പോലെയുണ്ട്. 500 രൂപ അല്ലേ? ഹലോ, നിന്നോട് നുണ പറയേണ്ട കാര്യം എനിക്കില്ല. എന്തിനായാലും ഞാൻ വിശ്വസിക്കില്ല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്നാ? എന്റെ 300 രൂപ തിരിച്ചു തരുന്നവരെ ഈ വണ്ടി ഞാൻ തന്നെ വെച്ചോളാം. 300 രൂപയ്ക്ക് വേണ്ടി 50,000 രൂപയുടെ വണ്ടി കൊണ്ടുപോകുന്നോ? അതെ, ബാക്കി പൈസ കൊടുത്തിട്ട് ഈ വണ്ടി എടുത്തോണ്ട് പോയിക്കോ. ഓക്കെ, നീ ഈ വണ്ടി കൊണ്ടുപോക്കോ. നിന്റെ പൈസ തിരിച്ചു തന്ന് ഞാൻ വണ്ടി എടുത്തോളാം. ശരി ശരി. എക്സ്ക്യൂസ് മീ, എന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നീ വണ്ടി എടുത്തേക്ക്. ഹലോ, ഓൺലി വൺ സൈഡ്. ജാനകി, ഈ വണ്ടി വരുന്ന ആരുടെയാടാ അത്?
മാറിയിരിക്കടാ, മാറിയിരിക്ക. എന്താടാ ചാനക്കയാ വണ്ടി ഇപ്പം മേടിച്ചു? വാങ്ങിച്ചില്ല, പണയത്തിന് വന്നതാ. പണയം വെക്കുന്ന ബിസിനസ്സോ? ഇതെപ്പോഴാടാ തുടങ്ങിയേ? 1 ലക്ഷം ഉണ്ടെങ്കിൽ താടാ. ഇന്റർനെറ്റ് സെന്റർ വെച്ച് പെണ്ണുങ്ങള് ആണുങ്ങളുടെ വീക്ക്നെസ് അറിഞ്ഞിട്ട് നല്ലപോലെ ബിസിനസ് ചെയ്യാടാ. ഞാൻ എന്റെ സ്റ്റൈലിൽ ബിസിനസ് ചെയ്യാന്ന് ഓർക്കോടാ. 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ എത്ര കഷ്ടപ്പെട്ടെന്ന് അറിയോ നിനക്ക്? ലക്ഷം വേണത്രേ, ലക്ഷം. വണ്ടി ഓടാ. വണ്ടിയോ? ഇവിടെയാണ് പാർക്ക് ചെയ്തത്. ഇവിടെ താക്കോല് പോലും എന്റെ അടുത്തുള്ളേ. ഈ രാക്ഷസി ഇപ്പോഴെന്തിനാ ഫോൺ ചെയ്യുന്നേ? ഹലോ, അതെ, എവിടെയുള്ളത്? ഞാൻ പുറത്തൊരു ജോലിയിലാണ്. വണ്ടി എടുത്തോണ്ട് ഡെക്കാൻ പാർക്കിലേക്ക് വാ. ശരി. ഇതാ 300. എന്റെ വണ്ടി എവിടെ? നിങ്ങളോട് ചോദിച്ചേ, വണ്ടി എവിടെ? ചേട്ടാ, വണ്ടി എവിടെന്ന്? അത് പിന്നെ കീ ഓക്കെ, വണ്ടി എവിടെ? വണ്ടി വണ്ടി തന്നെ. വണ്ടി കാണാതെ പോയി. കാണാനില്ലെന്നോ? ഇത്ര സീരിയസ് ആയ കാര്യം ഇത്ര നിസ്സാരമായി എങ്ങനെയാ പറയാൻ കഴിയുന്നേ? എനിക്ക് എങ്ങനെയാ പറയേണ്ടത് ഇപ്പോഴാ മനസ്സിലായത്. എന്താ ജോക്ക? എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ജ്യൂസ് കുടിക്കുന്നോ? നിന്റെ രക്തം കുടിക്കും ഞാൻ. സോറി ട്ടോ, 2 ദിവസം മുമ്പ് ഡൊണേറ്റ് ചെയ്തേ. ആ വണ്ടിക്ക് എത്രയെന്നറിയോ? 50,000, 50,000 രൂപ. വണ്ടി എടുത്തോണ്ട് പോയി 10,000 രൂപയ്ക്ക് വിറ്റിട്ടുണ്ടാവും. അയ്യോ, ഞാനൊന്നും വിറ്റിട്ടില്ല, ശരിക്കും കാണാതായതാ. ഇത്രയും നാൾ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്തത് നിന്റെ കയ്യിൽ നിന്ന് എങ്ങനെ നഷ്ടപ്പെടാ? എന്റെ തലയെഴുത്ത്. അതല്ല, വലിയ ബുദ്ധിശാലിയാണെന്നുള്ള നിങ്ങളുടെ അഹങ്കാരം. ഞാൻ ബുദ്ധിശാലിയാണെന്ന് നിങ്ങളാണ് ആദ്യമായിട്ട് പറയുന്നേ. നിന്നെ ഇപ്പൊ ശരിയാക്കി തരാം. 100. 100യോ? എന്തിനാ പോലീസിലേക്ക് വിളിക്കുന്നേ? അതെ, പോലീസ് സ്റ്റേഷൻ നമ്പർ അല്ല, നിന്റെ അച്ഛന്റെ നമ്പർ പറ. ഓ, ഒന്ന് നിക്കടി, ഞാൻ മാപ്പ് പറഞ്ഞേക്കാം. അത് പിന്നെ സോറി മാഡം, അതൊരു ഫ്ലോയിൽ. മാഡം, നിങ്ങളുടെ വണ്ടി എങ്ങനെയെങ്കിലും കണ്ടെത്തി കൊടുത്തേക്കാം. വിശ്വസിക്കുന്നേ? 300 രൂപയ്ക്ക് എന്നെ വിശ്വസിക്കാതെ നിന്നെ 50,000 ഞാൻ വിശ്വസിക്കണല്ലേ? പറ്റില്ല. ഇതിന് ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ. എന്താണെന്നേ? എന്റെ വണ്ടി കിട്ടുന്നത് വരെ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കണം. അതായത് ഞാൻ എപ്പോഴൊക്കെ വിളിക്കുന്നോ അപ്പോഴൊക്കെ വരണം. ഞാൻ പെണ്ണുങ്ങളുടെ പുറകൊന്നും പോകാറില്ല. ആഹാ, അങ്ങനെയാണോ? എന്നാ അച്ഛന്റെ നമ്പർ പറ. ഇതിനെന്തിനാ എന്റെ അച്ഛനെ വിളിക്കുന്നേ? നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തേക്കാം. ദാറ്റ്സ് ബെറ്റർ. ഫോളോ മീ. മുത്തച്ഛ, ഞാൻ പോവാന്നാ വിചാരിക്കുന്നേ. എവിടേക്ക് മോളെ? എവിടെന്നാണോ വന്നത് അവിടേക്ക് തന്നെ. എന്ത് പറ്റി മോളെ? ഇവിടെ എന്താ നിനക്ക് പ്രശ്നമെന്ന് പറ. ഇവിടെ ഒരു കുറവുമില്ല മുത്തച്ഛ. ഞാൻ വന്ന ശേഷല്ലേ ഇവിടെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായത്. അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്താ മോളെ ഇത്? എന്തൊക്കെയാ നീ പറയുന്നേ? അവൻ മരിച്ചതിൽ നിനക്ക് ദുഃഖമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ നീ വന്ന കാരണമാണ് അവൻ മരിച്ചതെന്ന് തെറ്റിദ്ധരിക്കരുത്. അവൻ മരിച്ച വിഷമത്തിലിരിക്കുക ഞാനും. ഇനി നീയും പോയി കഴിഞ്ഞാൽ എന്റെ ഹൃദയം താങ്ങില്ല. അത് സോറി മുത്തച്ഛ, നിങ്ങളെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. ആരടാ നീ?
റാം, വക്കീലെ, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. ചുമ്മാ അവിവേകം കാണിക്കല്ലേ. നിങ്ങളുടെ മേൽ ചുമത്തിരിക്കുന്ന കേസ് നിസ്സാരമല്ല. ഇൻ കേസ് നിങ്ങൾ വന്നാൽ വളരെ അപകടമാണ്. ധൃതി പിടിച്ച് വിവരക്കേടൊന്നും കാണിക്കരുത്. അവിടെ ഏതോ ഒരുത്തൻ എന്റെ അനിയന്മാരെ കൊന്നുകൊണ്ടിരുന്ന ഞാനിവിടെ കയ്യും കെട്ടി നോക്കിയിരിക്കണമെന്നോ? അത് പറ. അവനെ കൊല്ലാനുള്ള വഴി കണ്ടെത്ത്. അതിനുള്ളിൽ ഞാൻ ബെയിൽ ഏർപ്പാട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ തീർത്തിരിക്കണം. ഹലോ, നീ എവിടെയാ ഇപ്പോ? നീ അർജന്റായി ഭവാനി നഗർ PN അപ്പാർട്ട്മെന്റിലേക്ക് വന്നേക്ക്. എന്തിനാ? ഒരു പാവം എന്തിനും റോഡ് ക്രോസ് ചെയ്യാൻ സഹായിക്കാനാ. അതിന് ഇവളുടെ കണ്ണ് പൊട്ടിപ്പോകായിരുന്നു. എന്താ പറഞ്ഞേ? എന്റെ കണ്ണ് പൊട്ടിപ്പോണേന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കായിരുന്നു അല്ലേ? ആ ചിന്ത മാറ്റിട്ട് വേഗം വരാൻ നോക്ക്. ഇവളെന്താ എന്നെ വിടുന്നത് പോലുമില്ലല്ലോ. ഈ 21st സെഞ്ചുറി വളരെ ബാഡ് ആണല്ലോ. ജാക്കറ്റ് പകുതിയേ ഉള്ളൂ. എന്താ, തുണി തികഞ്ഞില്ലേ? അതാണ് സ്റ്റൈൽ. 1 മൈലുണ്ട്. എന്നാലും കണ്ടവനാരും സ്റ്റൈൽ എന്ന് വിചാരിക്കില്ല. ഇവളതോ വലിയ വിട്ടേക്ക്. അതൊക്കെ എനിക്കെന്തിനാ? അർജന്റായി വരാൻ പറഞ്ഞു. ഓട്ടോ വിളിക്കാൻ വേണ്ടിട്ടാ. എന്ത്? ഒരു ഓട്ടോറിക്ഷ വിളിക്കാൻ വേണ്ടി അവിടെ തന്നെ എത്ര നേരം വരുത്തിച്ചോ നീ? വലിയ വേഷം കെട്ടെടുക്കാണ്ട് വേഗം ഓട്ടോ വിളിക്ക്. ഓട്ടോ നോക്കി പോയിട്ട് വരണേ. ഹലോ, ഓട്ടോയിൽ കയറ്. എവിടേക്കാ? അമ്പലത്തിലേക്ക്. അമ്പലത്തിലേക്കോ? എന്തിനാ? പൂജയ്ക്ക് കൊടുക്കാൻ. വേറെന്തിനാ? ഞാൻ വരില്ല. അങ്ങനെയാണോ? 9912081362 നമ്പർ കറക്റ്റ് അല്ലേ? ആരതാ? നിന്റെ അച്ഛന്റെ. എന്റെ വണ്ടിനെ കുറിച്ച് അവരോട് പറയാൻ വേണ്ടിട്ടാ. അമ്പലത്തിലേക്ക് പോകുമ്പോ ഫോൺ എന്തിനാ ആവശ്യമില്ലാതെ? പോകാന്നേ, കേറുന്നേ. എന്നാ വാ. ഏയ്, പ്രദക്ഷിണ ചെയ്യാൻ വാ. പ്രദക്ഷിണോ? എന്താ വരാൻ പറ്റില്ലേ? അല്ല, ദക്ഷിണ ഇടുന്നില്ലേ, പിന്നെ നിന്നെ പ്രദക്ഷിണം. ഏയ് വാ. എന്തിനാ എന്നെ നോക്കുന്നത്? എനിക്കൊന്നും അറിയില്ലപ്പാ. ശുക്ലാംബരധരം വിഷ്ണും ചതുർഭുജം പ്രസന്നവദനം ജായേ. മണി അടിക്കാനേ പറഞ്ഞോളൂ, പൂജാരിനെ പേടിപ്പിക്കാനല്ല. മണി അടിച്ച്. ആ പൂജാരി പറയും. ഒരു അർച്ചന ചെയ്യണം. പേര്? സ്വപ്ന. നിങ്ങളുടെ പേര്? ചാണക്യ. സ്വപ്ന എന്ന നാമധാരിയും ചാണക്യ എന്ന നാമധാരിയും മംഗളമതിഭവന്തു. നമ്പൂതിരി, നിങ്ങള് മന്ത്രം മാത്രം പഠിക്കൂ, ചാതി ചെയ്യരുത്. ഇവളെന്റെ ഭാര്യയല്ല. ശരി മോനെ, മനസ്സിലായി. സോറി. സ്വപ്ന എന്ന നാമധാരിയും ചാണക്യ എന്ന നാമധാരിയും മംഗളമതിഭവന്തു. ഇവളെന്തിനാ എവിടെ ഇറങ്ങുന്നേ? ഇവളെന്തെടുക്കാണ്? അതാ, അവൻ ഈ ഇന്റർവ്യൂവിലും ഫെയിൽ ആയിട്ടുണ്ട്. അയ്യോ, അവൻ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകിയെന്നാണല്ലോ പറഞ്ഞത്. ഇപ്പോഴെങ്ങനെ അതെ സംഭവിച്ചു? അതെ, നല്ല മറുപടിയാ കൊടുത്തിരിക്കുന്നത്. അവര് ചോദിക്കാത്ത ചോദ്യത്തിന് കൂടി ഉത്തരം പറഞ്ഞു കാണും. പക്ഷെ ഇവന്റെ മറുപടി അവർക്ക് മനസ്സിലായി കാണില്ല. നമ്മുടെ ചാണക്യൻ എന്ന് കല്യാണം കഴിച്ച് എനിക്ക് സഹായത്തിന് ഒരാളെ കൊണ്ടുവരും എന്തോ.
അതിനുള്ളിൽ കല്യാണം വരെ എത്തിയോ? ഇവൻ തയ്യാറായാലും ആരും ഇവനെ കെട്ടാൻ തയ്യാറാവില്ല. അതെ. നമസ്കാരം അങ്കിൾ. ആരാടാ ഈ പെൺകുട്ടി? പറയേ. 2 വർഷമായി നമ്മൾ പ്രണയത്തിലാണെന്ന് പറയാ. അല്ല, പറയാന്ന് വിചാരിച്ചു. എന്നാൽ ഇതൊക്കെ സത്യാണ് അങ്കിൾ. നിങ്ങളെ ഇവർക്ക് ബഹുമാനം മാത്രല്ല, ഭയങ്കര പേടിയാ. അതുകൊണ്ടാ നിങ്ങളോട് പറയാൻ ഇങ്ങനെ മടിക്കുന്നേ. നോക്കുമോളെ, അങ്കിൾ എന്താ ചോദിക്കാൻ വരുന്നേന്ന് എനിക്കറിയാം അങ്കിൾ. ഈ പെൺകുട്ടി ആരാണെന്നല്ലേ? എന്റെ പേര് സ്വപ്ന. ഞാൻ നല്ല പെൺകുട്ടി തന്നെയാ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്യുന്നു. മാസം 40,000 സാലറി. ഇനി നിങ്ങളുടെ മകൻ എന്നെ കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. ഞാനോ? ഇവർ എത്ര തവണയായി പറയുന്നറിയോ, നമുക്ക് എവിടെയെങ്കിലും പോയി കല്യാണം കഴിക്കാന്നൊക്കെ. എന്നാൽ ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. കല്യാണം ആവുമ്പോ അമ്മയുടെ അച്ഛന്റെ ആശീർവാദത്തോടെ വേണം. ചേട്ടന്റെയും ചേട്ടത്തിയുടെയും സ്നേഹം അതെല്ലാം വേണ്ടതല്ലേ? അതെ അതെ. എന്നാ ഞാൻ പോയിട്ട് വരാച്ചാ. പോയിട്ട് വരട്ടെ അമ്മേ. പോയിട്ട് വരാൻ ചേട്ടത്തി. ബായ് ചേട്ടാ. ബായ്. ഈ സീനിൽ എന്റെ ക്യാരക്ടർ കഴിഞ്ഞു. നെക്സ്റ്റ് സീൻ ഫൈറ്റ് ആയിരിക്കില്ലേ? അവനൊന്ന് ശരിക്കും പെരുമാറാൻ. എന്താടാ ചെയ്യുന്നത്? ഗേൾഫ്രണ്ട് ഇല്ല, പണിയില്ല, അതുകൊണ്ടാ മുഖത്തിൽ ഒരു വെളിച്ചമില്ലാത്ത. എന്റർടൈൻമെന്റ് ഇല്ലാണ്ട് ജീവിച്ചിട്ട് എന്താടാ പുണ്യം? അടിച്ചു പൊളിക്കേണ്ട പ്രായത്തില് ഇങ്ങനെ തന്നെ ഇരിക്കണം. ആഹാ, ഒന്ന് അവളെ നോക്കിക്കേടാ. അടിപൊളി തന്നെടാ. കണ്ടോ എങ്ങനെയാ ഷോക്കായെന്ന്? ഇതുപോലെ പെണ്ണ് ഐ ലവ് എന്ന് പറഞ്ഞാൽ അതുപോലത്തെ പെങ്കൊച്ച് ഐ ലവ് യു പറയണടാ. ഹായ് പറഞ്ഞാ മതി. നമ്മൾ ആ പെണ്ണിന്റെ അടുത്ത് നിൽക്കാൻ പോലും സ്റ്റാൻഡേർഡ് ഇല്ല. ഹായ്. 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 അതെ, ഇവരെല്ലാം നിങ്ങളുടെ ഫ്രണ്ട്സ് ആണോ? നിങ്ങളുടെ ലവറിനെ ഫ്രണ്ട്സിനെ എന്താ പരിചയപ്പെടുത്തുന്നില്ലേ? അതെ, എന്താ നിങ്ങൾക്കൊന്നും ലവേഴ്സ് ഇല്ലേ? ഞങ്ങളുടെ ലവിനെ കുറിച്ചൊക്കെ വിട്ടേരെ. അത് ശരി, ഇത്രയും ഭംഗിയുള്ള പെണ്ണിനെ പ്രേമിക്കുമെന്ന് എന്താ പറയാത്ത? പറഞ്ഞില്ലേ? എന്താ ചാണക്യ, വീട്ടിൽ അറിയണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഫ്രണ്ട്സിനോടെങ്കിലും പറയായിരുന്നില്ലേ? എന്തെങ്കിലും പ്രശ്നം വന്നാ സഹായിക്കാൻ അവരല്ലേ ഉണ്ടാവൂ. ഓയ്, നിന്റെ വിചാരം എന്താണ്? നമ്മൾ രണ്ടുപേരും തമ്മിലേ ആ വണ്ടി പ്രശ്നം മാത്രമേ ഉള്ളൂ. ആരെയില്ലാന്ന് പറഞ്ഞു. പിന്നെന്താ നീ ലവും പ്രേമെന്നൊക്കെ പറയുന്നത്? അത് മാത്രമല്ല, അത് എന്റെ ഇഷ്ടം. ലവറാണെന്ന് പറയും, കല്യാണം കഴിച്ചെന്ന് പറയും, ചിലപ്പോ 3 മാസം ഗർഭിണിയാണെന്ന് പറയും. ഇതൊക്കെ പറ്റില്ലെന്നുണ്ടെങ്കിൽ എന്റെ വണ്ടി തിരിച്ചു തന്നേക്ക്. കിട്ടണ്ടേ? അതെല്ലേ? എന്നാൽ വണ്ടി തിരിച്ചു കിട്ടുന്നത് വരെ ഞാൻ പറയുന്നതൊക്കെ അനുസരിച്ചേക്ക്. ഇതെന്താ ഈ കഥ എത്ര പെട്ടെന്ന് ടൈറ്റായ? സ്റ്റഡി, ഐ ആം സ്റ്റഡി. കഴിഞ്ഞു, ഞാൻ റെഡിയായി. പാന്റ് ഇട്ടു, ഷർട്ട് ഇട്ടു, അടിയിൽ എന്തെങ്കിലും ഇട്ടോ? ശരിയാ ശരിയാ, ഇട്ടിട്ടുണ്ട്. എന്തോ മറന്നുപോയൊരു ഫീല് വരുന്നുണ്ടല്ലോ. അടിപൊളി രാജാ. നീ ഇവിടെ ഇരിക്കുന്ന കണ്ണ ദാ വരുന്നു. സ്റ്റഡി, ഐ ആം സ്റ്റഡി. എന്റെ മുത്ത്, നിന്നെയല്ലേ ഞാൻ തിരക്കിയിരുന്നേ. അല്ല, മറന്നുപോയി. രാത്രി എന്നെ കുടിച്ചു തീർത്തോ? ഇനി എന്ത് ചെയ്യും? ഓഫീസിൽ പോയിട്ട് വരുമ്പോ 4-5 ബോട്ടിൽ വാങ്ങി സ്റ്റോക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ പറ്റില്ല. എടാ ഗിരി. ഏത് ഗിരി? അത് തന്നെ വിളിച്ചത്. ഇതൊക്കെ നല്ലതാണോ? ഡ്രസ് ഇട്ടിട്ടുണ്ടല്ലോ. എന്താ തമാശയാണോ? സീരിയസ്? അതെ, സീരിയസ് തന്നെ. നാളെ മുതൽ കുടിക്കേണ്ടി വരുന്നത് നീയല്ല, ഞാനാണ്. അപ്പൊ ഇപ്പൊ തന്നെ തുടങ്ങ്. വേണ്ട, ഞാൻ നാളെ തുടങ്ങുന്നുള്ളൂ. നാളെ തന്നെ വേണോന്ന് നിങ്ങൾക്ക് എന്താ ഇത്ര വാശി? ഞാൻ ഈ വീടിന്റെ ഓണാണ്.
ഓ ഈ വീടിന്റെ ഓണറല്ലേ? റെന്റ് തന്നില്ലെങ്കിൽ നിന്നെ ഞാൻ ഇവിടെ പൂവിട്ട് പൂവിച്ച് വാഴിക്കുന്നു വിചാരിച്ചോ? എല്ലാം കൂടെ വലിച്ചെടുത്ത് ഞാൻ പുറത്ത് കളയും. മര്യാദയ്ക്ക് വാടക എടുക്കാൻ നോക്കാം. 2 ദിവസത്തിന് മുമ്പല്ലേ കൊടുത്തത്? എന്ത് 2 ദിവസം മുമ്പ് തന്നു? 2 ദിവസം കഴിഞ്ഞ് തരാന്നാ പറഞ്ഞത്. അങ്ങനെയാ പറഞ്ഞേ? ആ പറഞ്ഞായിരുന്നല്ലേ, അവസാന മാസം തന്നില്ലേ? എന്താടാ ഗിരി, നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ നിന്നെ ചീറ്റ് ചെയ്ത് കാശ് വാങ്ങിക്കാന്നോ? വിഷമിക്കണ്ട, പൾസ് നിൽക്കുന്നതിന് മുമ്പ് ഞാൻ പേഴ്സ് എടുക്കാം. ഇപ്പൊ ഉണ്ടല്ലോ പേഴ്സണൽ കാര്യത്തിന്റെ പോലും പേഴ്സിലെ കാര്യം നടക്കില്ല. എന്താ പിടിക്കേ. അപ്പൊ പോട്ടെ, വാടക തന്നു, ഇനിയും ചോദിക്കരുത്. ഇതുപോലുള്ള വിഡികളൊക്കെ വാടകയ്ക്ക് താമസിക്കുകയാണെങ്കിൽ ഓണർമാര് ഫ്ലോറിന് മേൽ ഫ്ലോർ പണിതുണ്ടാക്കും. ഇവനെ ഗിരി എന്ന് പറഞ്ഞാലേ അംഗീകരിക്കില്ല. ഓർമ്മ ഗിരി എന്ന് വിളിക്കണം. ഇവനെ മന്ദമതി ഗിരി എന്നാ വിളിക്കേണ്ടത്. എടോ ഒന്ന് അടങ്ങടോ, ഞാൻ വരിക. ഇരിക്കെ. എന്താ കഴിക്കാൻ വേണ്ടേ? ഹോർലിക്സ്, ബൂസ്റ്റ്, ബോൺവിറ്റ? എനിക്കൊന്നും വേണ്ട. പിന്നെ വേറെന്താ വേണ്ടേ? വോഡ്ക, ജിൻ, ബ്രാൻഡി, വിസ്കി? ഡ്രിങ്കിന്റെ പേരൊക്കെ ശരിക്കാ പറയുന്നത്. ഇവള് കുടിയെത്തിയായിരിക്കും. ഡ്രിങ്ക്സിന്റെ പേരെല്ലാം കറക്റ്റായി പറയുന്നുണ്ടല്ലോ. ഇവൾ നല്ല കുടിയെത്തിയാണെന്നല്ലേ ചിന്തിച്ചേ? ഇല്ലല്ല, അങ്ങനൊന്നുമില്ലെന്നേ. ശരി, ടീ പറയേ. എന്റെ അടുത്ത് കാശില്ലെന്നേ. അപ്പോഴാ പാന്റിനും ഷർട്ടിനും പോക്കറ്റ് എന്തിനാ? എല്ലാം വേസ്റ്റ് ആണോ? വെയിറ്റർ വിളിക്കേ. ആ കുറച്ചുകൂടെ പതുക്കെ, നാക്ക് താഴെ വീണു പോവും. എനിക്ക് കേൾക്കുന്നില്ല, പിന്നീട് അവര് കേൾക്കാൻ. ഒരു 1/2 ടീ. എന്ത് 1/2? കുടിക്കാനോ അതോ കയ്യിലൊഴിച്ച് നക്കാനോ? ഞാൻ എന്റെ ഫ്രണ്ട്സ് അങ്ങനെ കുടിക്കൂ. എന്താ റോഡരികിലുള്ള പിച്ചക്കാരിയാണ് ഞാനെന്ന് കരുതിയോ? വെയിറ്റർ 2 ടീ. അല്ല, ഞാൻ ചോദിക്കാൻ മറന്നുപോയി, നിങ്ങളുടെ പേരെന്താ? ചാണക്യൻ. ചാണക്യ? ഞാൻ കരുതി മഹേന്ദ്ര സിംഗ് ധോണിയാണെന്ന്. നിങ്ങളുടെ പേര് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മാറ്റിയേക്കാം. എന്തോ മാറ്റിയേക്കുന്നോ? ഇത് എന്റെ പേരാണ്, അത് നിങ്ങളെ കൊണ്ട് മാറ്റാൻ പറ്റില്ല. ആഹാ, വണ്ടി കൊണ്ടുവരാൻ ഇത്ര സാമർത്ഥ്യം ഉണ്ടോ? വണ്ടി കിട്ടട്ടെ, പിന്നെ കാണിച്ചു. എന്താ വണ്ടി കയ്യിൽ കിട്ടട്ടെ? ഇവൾക്കുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ടെന്നല്ലേ മനസ്സിൽ പറഞ്ഞത്. ഷോക്കായത് മതി, ആദ്യം ടീ കുടിക്കേ. പെണ്ണുങ്ങൾ നന്നായിട്ടുണ്ടല്ലേ? അതുപോട്ടെ, നീ പെണ്ണുങ്ങളെ കളിയാക്കാറുണ്ടോ? കുടുംബത്തിൽ പറഞ്ഞവര് അങ്ങനെയൊന്നും ടീസ് ചെയ്യില്ല. എന്താ നിനക്ക് കണ്ണ് കാണുന്നില്ലേ? സോറി ബോസ്, കണ്ടില്ല. പുറത്തത്തെ കുട്ടികളോട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴേ വീട്ടിലത്തെ പെണ്ണുങ്ങളൊന്ന് ഓർത്ത് നോക്ക്. പോന്ന്. താങ്ക്സ്. എന്നോട് അയാൾ കാണിച്ചിട്ട് ഒന്നും പറഞ്ഞില്ല. ഇന്നലെ ആ പെണ്ണിനെ മുട്ടിയപ്പോൾ നീ ദേഷ്യം കാണിക്കുന്നു. അവള് നല്ല പെണ്ണ് പോലെ തോന്നി, അതുകൊണ്ടാ. ഐസ്ക്രീം. എന്താ ഇത്? പൂട്ടിയതായിരുന്നല്ലോ. എന്നെ പോണ തിരക്കിലും മറന്നതാണോ? എന്താണെന്നറിയില്ല, ഇപ്പൊ മറതി കൂടുതലാ. മദ്യത്തിന് പകരം മുല്ലപ്പൂവിന്റെ മണോ? ആരാ നീ? ചോദിച്ചു കേട്ടില്ല, ആരാ? ഒതുങ്ങിയ ശരീരം നല്ല രസമുണ്ടല്ലോ കാണാൻ. നിനക്ക് ആരെയാ വേണ്ടത്? എനിക്ക് നിങ്ങളാ വേണ്ടത്. എന്നെയോ? എന്തിനാ? കല്യാണം കഴിക്കാൻ തന്നെ. ഒരുമിച്ച് ജീവിക്കാനാ? എനിക്ക് അതൊന്നും അത്ര ഇഷ്ടമല്ല. സോഫ്റ്റ്വെയർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ കമ്പനി. കാരണക്കുറ്റി അടിച്ച് കലക്കും ഞാൻ. അയ്യോ, ഇവളെന്തൊക്കെയാ പറയുന്നേ? ഭാര്യ നോക്കി നീ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയണ്ടേ? കല്യാണം കഴിക്കാത്ത എനിക്ക് എങ്ങനെ ഭാര്യ ഉണ്ടാവും? ഇതാ ഇത് കണ്ടോ, ഇത് നീ കെട്ടിയ താലിയാ. ഇത് കണ്ടിട്ടും നിനക്ക് ഓർമ്മ വരുന്നില്ലേ? ആര് കെട്ടിയാലും താലി ഇങ്ങനെ തന്നെ കിടക്കും. ഒരുത്തൻ ഫുള്ളായിട്ട് കെട്ടും, വേറൊരുത്തൻ ഹാഫായിട്ട് കെട്ടും. അയ്യോ അയ്യോ അയ്യോ, എന്റെ ഭർത്താവ് എന്തൊക്കെ പിച്ചുമേയും പറയുന്നേ. എന്താണ് ഇവിടെ ന്യൂസൻസ്? ഇതൊക്കെ ആരാ? എന്താ മോളെ, നീ എപ്പോഴാ വന്നത്? നിന്റെ ഭർത്താവിനുള്ള ദേഷ്യത്തിലേക്ക് കുറഞ്ഞു. നോക്ക് ചെറിയച്ച, ഞാൻ ഇദ്ദേഹത്തിന്റെ ഭാര്യയല്ലെന്നാ പറയുന്നത്. എന്താടാ, പെണ്ണുമ്പളെ കൂടി തിരിച്ചറിയാനുള്ള ബോധം നിനക്ക് നഷ്ടപ്പെട്ടോ? എന്റെ കല്യാണം എപ്പോ കഴിഞ്ഞു? എന്താ സംസാരിക്കുന്നത്? ബാച്ചിലറിന് വീട് കൊടുക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ കല്യാണം കഴിച്ച് പെണ്ണുമ്പളെയും കൂട്ടിക്കൊണ്ട് വന്ന് പായസം തന്ന് കൊച്ചുണ്ടായെന്ന് പറഞ്ഞ് ചോക്ലേറ്റ് തന്നിട്ട് ഇപ്പൊ കല്യാണം കഴിച്ചില്ലെന്ന് പറയാണോ? എനിക്ക് ഓർമ്മയില്ലാതെ അതൊക്കെ സംഭവിച്ചു. അതെ, നടന്നടാ. നടന്നായിരുന്നു അല്ലേ? അതാ പറഞ്ഞത്, നടന്നെന്ന്. പൊന്നു മോളെ, എവിടെയാ മോളെ? മോളെ, നിനക്കൊരു ആന്റി വന്നിട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ട് അവന് ഭാര്യ ഉണ്ടാക്കി തന്നിരിക്കുക. സമയം കളയാതെ പെട്ടെന്ന് കാശ് അടിച്ചു മാറ്റിക്കോണം. അവന്റെ ഓർമ്മക്കുറവ് നമ്മുടെ ബാങ്ക് ബാലൻസ് ആണ്. എന്താടി, നിനക്ക് ഗ്ലാമർ വല്ലാതെ കൂടുന്നുണ്ടല്ലോ. ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം കേട്ടോ. ടേക്ക് കെയർ. കഴിക്കടാ. ആ മലയാളം കലണ്ടർ എടുത്തോണ്ട് പോവാ മോളെ. എനിക്ക് വളരെ നല്ല ദിവസം അങ്കിൾ. എല്ലാം നോക്കിയിട്ടാ വന്നിരിക്കുന്നെ. മിനിഞ്ഞാന്ന് വന്നതല്ലേ നീ?
സിംഗിളായി വരുന്നത് ഇത് ആദ്യമായിട്ടാ. അങ്കിൾ 1000 റുപ്പീസിന്റെ റീചാർജ് കാർഡ്, 1000 ഫുൾ ടോക്ക് ടൈം, 1000 SMS ഫ്രീ. നിങ്ങൾക്ക് ഓഫറിനോട് താല്പര്യാണെന്ന് ചാണക്യൻ എന്നോട് പറഞ്ഞു. എന്തൊരു മണ, ആന്റി കിച്ചണിലാണോ? എനിക്ക് വിശന്നിട്ട് വയ്യാണ്ടി, എനിക്കൊന്ന് ടേസ്റ്റ് നോക്കാൻ തരുമോ? അയ്യോ അതിനെന്താ, ഞാൻ തരാലോ. താങ്ക്സ് ആന്റി. അയ്യോ പറയാൻ മറന്നു, എന്റെ അമ്മയുടെ ഭക്ഷണം നീ കഴിച്ചിട്ടില്ലല്ലോ. നീ എപ്പോഴാ വരാ? എന്റെ അമ്മ ഉണ്ടാക്കിയത് എപ്പോഴാ കഴിക്കാന്ന് നിങ്ങളുടെ മകൻ എത്ര തവണ പറഞ്ഞോ? പറഞ്ഞാ പറയല്ലോ, പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. നീ ഒരു പ്രാവശ്യം ഒന്ന് ടേസ്റ്റ് നോക്കി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. ഓക്കേ ആന്റി. അതുപോലെ ചേട്ടത്തിയുടെ ചേച്ചി ബെഡ്റൂമിലുണ്ട് മോളെ. ഓക്കേ. ഹായ്. അയ്യോ ചേട്ടത്തി, ഇങ്ങനെയാണോ റെഡിയാവാ? ഞാൻ റെഡിയാക്കി തരാം. നിങ്ങൾ ഞാൻ ഒരുക്കിയത് കണ്ടാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെടും. ഇപ്പൊ എന്ത് ഭംഗിയാ ചേട്ടത്തിനെ കാണാനറിയോ? ഇപ്പൊ ചേട്ടത്തിനെ ചേട്ടൻ കണ്ടാലുണ്ടല്ലോ, ചേട്ടൻ ഇത് ഓഫീസിൽ പോവില്ല. കൊള്ളാലോ, വണ്ടി അടിച്ചു മാറ്റിയത് നീയാണല്ലേ? റിച്ച് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാ? ഓ എന്റെ ദൈവമേ, സിമ്പത്തി ഫേസ് വെച്ചുകൊണ്ട് ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാണല്ലേ? ഞാൻ കാണിച്ചുതരാം, ഇന്ന് ഞാൻ കാണിച്ചുതരാം. അയ്യോ വേണ്ട, എന്നെ വിട്ടേക്ക്, എനിക്കൊന്നും അറിയില്ല. അയ്യോ നിനക്ക് ഒന്നും അറിയില്ല, മോട്ടൊന്നുമല്ലാതെ. നിക്ക്, ഞാൻ കാണിച്ചുതരാം. ഇതെന്താ ഇത്? ഞാൻ വിളിച്ചാല് ദേഷ്യപ്പെടുന്ന ആൾ ഇപ്പോൾ ഇങ്ങോട്ട് വിളിക്കുന്നു. ഹലോ, വണ്ടി കിട്ടി, നിങ്ങൾ വന്നേക്കേ. അവൾ അവന്റെ കയ്യിൽ പെട്ടോ? വണ്ടി കിട്ടിയോ നിങ്ങൾക്ക്? അതെ. ഇപ്പൊ നിങ്ങൾ എവിടെയാണ്? ഇപ്പൊ തന്നെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയുള്ളൂ. നിങ്ങളെ സായിബാബ ടെമ്പിളിലേക്ക് വന്നേക്കേ. ശരി ശരി ശരി. ഓക്കെ, വാ സായിബാബ ടെമ്പിളിലേക്ക്. പോട്ടേന്ന്. വന്നോ? വാ, വണ്ടിയോടൊപ്പം വരും, അതും ഇവര് കൂടെ വരുന്ന് എക്സ്പെക്ട് ചെയ്തില്ലല്ലേ? വണ്ടി നിന്റെ തലേക്കറി കളിച്ചില്ലേ? പിന്നെ നിന്റെ വണ്ടി അടിച്ചു മാറ്റിയത് വേറെ ആരുമില്ല, നിന്റെ ഫ്രണ്ടാണ്. എന്താ ഷോക്കായോ? നിങ്ങളുടെ ഫ്രണ്ടിനെ എൻജോയ്മെന്റ്സ് കൂടുതലായി സമ്പാദിക്കുന്നത് തികയാണ്ടേ മോഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്നെ ഞാൻ അന്ന് പാർക്ക് കാണുമ്പോ തന്നെ എനിക്ക് ഡൗട്ട് തോന്നിയതാ, നീ ചീറ്റ് ചെയ്യുമെന്ന്. ദൈവമേ, പട്ടപ്പകല് ബിസിയായ സെന്ററിൽ നീ വണ്ടി അടിച്ചു മാറ്റിന്ന് വെച്ചാലേ നീ സാധാരണ കള്ളിയല്ല. ഞാൻ കള്ളിയല്ല കേട്ടോ. ആഹാ, ഇല്ലെന്നോ? അല്ലെങ്കിൽ എന്റെ വണ്ടി നിന്റെ അടുത്ത് എങ്ങനെയാണ് വന്നേ? നീ ചെയ്ത ഈ കാര്യത്തിനെ നിന്റെ ഫ്രണ്ട് തന്ന ടോർച്ചറേ 3rd ഡിഗ്രിയിലുള്ളത്. 100 എന്ന് നരകത്തെ കാണിച്ചില്ലേ? എല്ലാം നീ കാരനാണ്. ഞാൻ നിന്നെ വെറുതെ വിടില്ലടി. ഇപ്പൊ ചെയ്യാം 100 ആ വണ്ടി മോഷ്ടിക്കാൻ പറഞ്ഞത് ഞാനാ. നീ തന്നെ തന്നിട്ട് അത് മോഷ്ടിക്കുകയും ചെയ്ത് എന്നെ നായ പോലെ കറക്കിച്ചു അല്ലേ? പിന്നെ എന്റെ വീട്ടിലേക്ക് വന്ന് വീട്ടിലുള്ള എല്ലാവരോടും നീയാണ് എന്റെ ലവർ എന്ന് പറഞ്ഞ് എന്റെ ഫാമിലി മെമ്പേഴ്സിനെ മുഴുവനും പറ്റിച്ചു അല്ലേ? റെസ്റ്റോറന്റ്, പാർക്ക് എന്ന് എല്ലാ സ്ഥലങ്ങളും എന്നിട്ട് ഓടിച്ചു അല്ലേ? നീയൊക്കെ ഒരു പെണ്ണാണോ? ഇതൊക്കെ എന്തിനാ ചെയ്തെന്ന് നിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതെ, ഞാനെല്ലാം മനഃപൂർവ്വം ചെയ്തതാ. നിങ്ങൾ എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവണമെന്നുള്ള സ്വാർത്ഥത കൊണ്ട് എന്റെ ജീവിതത്തിൽ എനിക്ക് നഷ്ടപ്പെട്ട സന്തോഷം എല്ലാം തിരിച്ചെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഈ 20 വർഷത്തിനുള്ളിൽ ഞാൻ ഇതുവരെ അനുഭവിക്കാത്ത സന്തോഷത്തെ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടി. ഈ സന്തോഷം ജീവിതം മുഴുവൻ വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളോട് വഴക്കിടുമ്പോഴൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൂടുകയായിരുന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടം, നിങ്ങളുടെ അമ്മയെ ഇഷ്ടം, നിങ്ങളുടെ അച്ഛനെ ഇഷ്ടം, നിങ്ങളുടെ ചേട്ടൻ, ചേട്ടത്തി, അവരുടെ മകൻ, അനിയത്തി, അങ്ങനെ എല്ലാരെയും. നിങ്ങളൊരു പാവ, നിഷ്കളങ്കമായ നിങ്ങളുടെ മനസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നിങ്ങളെ പ്രണയിച്ചുകൊണ്ട് എനിക്ക് ഇതുവരെ കിട്ടാതെ പോയ സ്നേഹമെല്ലാം അനുഭവിക്കാൻ ആഗ്രഹിച്ചു. നിങ്ങളെ പ്രണയിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം കിട്ടണം. ഐ ലവ് യു ചാണക്യ.
ലവ് യു ചാണക്യ. അയ്യോ, ഈ ഫിഗർ എണ്ണയും കൊണ്ട് പോകും ഭാര്യന്നല്ലേ പറഞ്ഞേ. ഒരുപാട് നാളെ മറന്നെന്ന് വിചാരിച്ചത് ഇതാണ്. എന്താ കാര്യം? എന്നാ തുടങ്ങിയാലോ? ഇപ്പോഴല്ലേ ഒന്ന് കഴിഞ്ഞത്. ഇപ്പോഴോ? കഴിഞ്ഞായിരുന്നോ? ശരി ശരി, കിടന്നോ കിടന്നോ കിടന്നോ. എന്തോ ഫീലിങ്സോടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുക. ഫീലിങ്സ് ഇല്ലാതെ ചേച്ചേ, എന്ത് പേപ്പറായത്? ഒരു ന്യൂസ് പോലും ഇല്ല. ആ പേപ്പറിൽ എഴുതാൻ എന്തെങ്കിലുമൊക്കെ വേണ്ട അച്ഛാ. എന്താ ഇത്? എപ്പ നോക്കിയാലും പേപ്പറും വായിച്ചോണ്ടിരിക്കും. ദാ ഈ കാപ്പി കുടിക്ക്. ഹായ് ചേട്ടത്തി. വാ മോളെ, ഒന്നങ്ങ് നീങ്ങിയിരിക്കും. സാറില്ല ആന്റി. കുടിക്കാൻ എന്തെങ്കിലും വേണം മോളെ? മോരുവെള്ളം കിട്ടിയാൽ നന്നായിരുന്നു. ഇപ്പൊ എടുത്തിട്ട് വരാം. എന്താ ചേട്ടത്തി, ചേട്ടൻ ഇന്ന് ലീവ് എടുത്ത് വീട്ടിൽ തന്നെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. എന്തിനു പറയാനാ മോളെ, ഡ്യൂട്ടിക്ക് അങ്ങനെ സമയമൊന്നുമില്ല. താങ്ക് യു ആന്റി. നിങ്ങളുടെ അനിയൻ എന്നെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവൻ അകത്തുണ്ട്. മോര് നന്നായിട്ടുണ്ട് ആന്റി. മിഡിൽ ക്ലാസ് അല്ലേ മോളെ, മോരും വെള്ളമേ ഉണ്ടാവൂ. ഇതുണ്ടാക്കിയ കൈ ആരുടേത് അങ്കിൾ? അതുകൊണ്ടാ ഇങ്ങനെ. നിനക്കും എന്റെ അനിയൻകുട്ടനെ പോലെ നന്നായി സംസാരിക്കാൻ അറിയാം. അവരല്ലേ എന്നെ പഠിപ്പിച്ചെന്നേ. അല്ല, നീ എന്റെ അനിയനും തമ്മില് ദിവസവും കാണുന്നുണ്ടോ? കെമിസ്ട്രി വർക്ക്ഔട്ട് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ ചേട്ടാ. ഇതാ നോക്കുമോളെ, ചോദിക്കുന്നോണ്ട് തെറ്റിദ്ധരിക്കരുത്. നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് ഒട്ടും ശരിയല്ലെന്നല്ലേ അങ്കിൾ. ഞാൻ പറഞ്ഞതാ, നമ്മളാണെങ്കിൽ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരാ. ആര് എന്ത് വിചാരിച്ചാൽ നമുക്കെന്താ? വീട്ടിലേക്ക് മരുമകളായി കയറി വരേണ്ടവൾ എപ്പോ വന്നാൽ എന്താ എന്നൊക്കെയാ പറഞ്ഞത്. ഹലോ, ഓൾറെഡി ഒരു മരുമകളുണ്ട്. ഞാനും അങ്ങനെ പറഞ്ഞു ചേട്ടത്തി. അതിനവർ എന്താ പറഞ്ഞെന്നോ, എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വയസ്സായെന്നും എന്റെ ചേട്ടത്തിക്കാണെങ്കിൽ അവരുടെ ശ്രദ്ധയില്ലാന്നും അവരെ നോക്കേണ്ടത് ഇനി നീയല്ലേ, അതുകൊണ്ട് നീ അതൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ പറഞ്ഞത് ശരിയാ അങ്കിൾ. ഞാൻ ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നത് ഒട്ടും ശരിയല്ല. അതുകൊണ്ടേ നാളെ മുതൽ ദിവസം ഒരു തവണയേ വരുള്ളൂ. കൊള്ളാലോ, നല്ല ഗ്രിപ്പിലാണല്ലോ പോകുന്നത്. നിന്റെ ചേട്ടത്തിന്റെ കാര്യത്തിൽ എന്നെ കൊണ്ട് നടക്കുന്നില്ല, നിന്റെ എങ്കിലും നടക്കട്ടെ. അമ്മേ, എന്താ എന്താ മോളെ പറ്റിയേ? ഗൗരി, ഗൗരി, എന്താ മോളെ പറ്റിയേ? വേദനിക്കുന്നു അമ്മേ. അപ്പോൾ ഈ വീട്ടിൽ വലിയൊരു ആഘോഷം വരാൻ പോകുന്നു. അപ്പൊ നാളെ നമ്മുടെ ബന്ധുക്കാരെല്ലാം വിളിച്ച് ഇവിടുന്ന് ആഘോഷിക്കണം. ജീവി
സ്വപ്ന, സോറി സ്വപ്ന. ഇത്രയും ദിവസം നിന്റെ മനസ്സറിയാതെ തെറ്റിദ്ധരിച്ചു പോയി. എന്റെ ഫാമിലിനോട് നീ കാണിച്ച സ്നേഹം കണ്ടപ്പോൾ ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞേ പറ്റൂ. ഐ ലവ് യു സ്വപ്ന. ഐ ലവ് യു സോ മച്ച്. സ്നേഹത്തോടെ നീ ഇങ്ങനെ പറയുന്നത് കേൾക്കാൻ എത്ര നാൾ ഞാൻ കാത്തിരുന്നു. I love you. I love you so much. അവന്റെ സ്നേഹം മാത്രം മതിയോ? ഞങ്ങളുടെ സ്നേഹം വേണ്ടേ? ഇനി എന്താ, അവനും സമ്മതിച്ചല്ലോ. നല്ല മുഹൂർത്തം നോക്കി നടത്താം. പൊളിച്ചടാ, കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നു. എന്താടി? I am so happy. എനിക്ക് വളരെ സന്തോഷമായി. ഇതില് നീ കാരണം കിട്ടിയത്. ഇത്രയും നാൾ ഞാൻ ആരില്ലാന്ന് കരുതി വിഷമിക്കായിരുന്നു. ഇല്ലാത്തവരെ ഉണ്ടെന്ന് സങ്കല്പിച്ചുകൊണ്ടിരുന്നു. അവസാനം ആ സങ്കല്പമൊക്കെ സത്യമാകുക. അവനെ കിട്ടിക്കഴിയുമ്പോ എന്നെ മറക്കില്ലല്ലോ നീ. ഒരിക്കലും നിന്നെ വിട്ടു പോയില്ല. പറയണ കുമാർ, നിങ്ങളുടെ അനിയനെ കൊന്നത് ആരാന്ന് അറിഞ്ഞു സാർ? അതാരാണെന്ന് പറ. സാർ പറയുന്നല്ല സാർ, കാണിക്കാം. നിങ്ങൾ നേരിലോട്ട് വന്നേരെ. ഇന്ത്യക്ക് ഇപ്പൊ തന്നെ വാ. ഞാൻ എത്തി. ഡാർലിംഗ്, ഡാർലിംഗ്. ആരാ വേണ്ട? ഓയ്, ആരാണ് നീ? ഞാൻ ആരാണെന്നൊക്കെ പിന്നെ പറയാം. ആദ്യം നീ ആരാണെന്ന് പറ. ഡാർലിംഗ് ഡാർലിംഗ് എന്ന് വിളിച്ച് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു. ഞാൻ എന്റെ ഡാർലിങ്ങിനെ കാണാൻ വേണ്ടി വന്നതാണ്. എന്റെ ഭർത്താവ് നിന്റെ ഡാർലിംഗോ? ഭർത്താവോ? കല്യാണം കഴിക്കാതെ എങ്ങനെ ഭാര്യയായി? ഏയ്, ഇങ്ങോട്ട് നോക്ക്. ഇത് അയാള് കെട്ടിയ താലിയാ. ചുമ്മാ നാടകം കളിക്കില്ലേ? ദേ ഇങ്ങോട്ടൊന്ന് വരുമോ? ഡാർലിംഗ്, വരാനാ പറഞ്ഞ്. ഡാർലിംഗ്. എന്താ ഡാർലിംഗ്? ഡാർലിംഗ് ആരാണ് ഇവള്? ഇവള് ഭാര്യയാണെന്ന് പറയുന്നു. എന്നോട് അങ്ങനെയാ പറഞ്ഞിരിക്കുന്നേ. ഏതോ ഒരുത്തിന് ഭർത്താവെന്ന് പറയാൻ നാണമില്ലേ? ഭർത്താവിന് ഭർത്താവെന്ന് പറയാതെ പിന്നെ രജനീകാന്ത് കമലഹാസൻ പറയുന്നത്. ഡാർലിംഗ്, എന്താണ് ഇതൊക്കെ? അത് എനിക്ക് മനസ്സിലാക്കാതെയാണ് കൂടെ ജീവിക്കുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും? ഭാര്യ എന്നല്ലേ പറഞ്ഞേ? അവൾ അങ്ങനെ പറഞ്ഞ നിന്റെ ഭാര്യ ആയെന്നാണ് അർത്ഥം. എന്താടി നീ കാണിക്കുന്നത്? മുടി പിടിച്ച് വലിച്ച് ഞാൻ പുറത്തിടും. നീ ആരാടി എന്നെ അടിക്കാൻ? ഞാൻ നിന്നെ അടിച്ചാലല്ലോ. എനിക്ക് സൗണ്ട് കേൾക്കുന്ന ഇഷ്ടമല്ല. ഇതിലാരാണ് ബ്രാൻഡ്, ആരാണ്? ഇതിലാതാണ് ഒറിജിനൽ. അത് ഞാൻ പറയാം. അല്ല, നീയാണോ ഒറിജിനല്? കഷ്ടപ്പെട്ട് ഞാൻ അവനൊരു ഭാര്യ സെറ്റ് ചെയ്തിരിക്കുക. സമയം കളയാതെ പെട്ടെന്ന് കാശ് അടിച്ചു മാറ്റിക്കണം. അവന്റെ ഓർമ്മ കുറവാണ് നമ്മുടെ ബാങ്ക് ബാലൻസ്. വന്ന് കാണ്, കണ്ണു തുറന്ന് നോക്ക്. എന്താടി നിനക്ക് കാണും. നീ ഇവിടുത്തെ ഓണറും ചേർന്ന് ഭയങ്കര നാടകം കളിച്ചോ? എന്റെ ജീവിതം വെച്ചാണ് നീ കളിച്ച. എന്താ മായയോ? ഇതിന് എല്ലാത്തിനും കാരണം ഹൗസാണ്. എന്താടാ, നീ എന്നെ വിളിച്ചോ? ഇല്ല, വിളിച്ചതാ. എന്തിന്? കാണിച്ചാ നോക്ക്. നോക്കടോ. അത് അവള് നീ ചേർന്ന് എന്ത് കളിയാ കളിച്ചത്? ഇനി രണ്ടെന്നും ചോദിച്ച് എന്റെ മുമ്പിൽ വന്ന ഫ്രണ്ടും ബാക്കും ഞാൻ ഇത് മായയായ നിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്നോളാ. വാ, നമുക്ക് അകത്ത് പോവാം. ഞാൻ വന്നു. എല്ലാരും വന്നല്ലോ അല്ലേ? അല്ല ചേട്ടാ, എവിടേക്കോ തിരക്കിട്ട് പോയാണെന്ന് തോന്നുന്നല്ലോ. ഒന്നുമില്ല, ചുമ്മാ അങ്ങോട്ട് വന്ന്. എന്നെയും കൂടി കൊണ്ടുപോയി കൂടെ? കൂട്ടിക്കൊണ്ട് പോയില്ല, പൊക്കി എടുത്തോണ്ട് പോകും. എങ്ങോട്ട് പോകണമെന്ന് പറ. നിങ്ങളുടെ ഇഷ്ടം. നിങ്ങളോടൊപ്പം എവിടേക്കെങ്കിലും ലോങ് ജേണി പോവാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആഗ്രഹമൊക്കെ കൊള്ളാലോ. എന്റെ കൂടെ ഉള്ള ജേണി പൂരമായിരിക്കും. വാ ഇങ്ങോട്ട്. ഈ പതുക്കെ. ഫോൺ ഞാൻ എടുക്കാന്നേ. ഹേ, ആരാ നോക്ക്. ഹലോ ഹലോ, ആരാ? ഇത് റോങ് നമ്പർ ആണെന്ന് തോന്നുന്നേ. റോങ് നമ്പറോ?
പറ, നിന്റെ ഫ്രണ്ടിന്റെ പ്ലാൻ എന്താണ്? വേറെന്താ, നിങ്ങൾ 5 പേരെയും കൊല്ലാൻ തന്നെയാണ്. നിന്റെ ഫ്രണ്ടിന്റെ കൂടെ നിന്നിട്ട് എന്റെ അനിയന്മാരെ കൊന്നത് ആരാണെന്നാ? പട്ടപ്പകൽ ഒരു ജേർണലിസ്റ്റ് ഫാമിലിയെ കൊന്നത് ഓർമ്മയുണ്ടോ? ആ, എന്റെ ഇളയ ചെറുക്കൻ അവരെ കൊന്നുകളഞ്ഞതാ. അത് നിന്റെ തോന്നല് മാത്രമാണ്. നീ അന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി. കാലൻ ഇപ്പൊ നിന്റെ പുറകെ തന്നെയുണ്ട്. നിനക്കിനി അധികം നാളില്ല. അവളെന്റെ 2 അനിയന്മാരെ. നീ പറഞ്ഞത് തെറ്റാണ്. 2 അല്ല, ഈ സമയത്തിനുള്ളിൽ 3-ാമത്തെ ആളും അവിടെ എത്തിയിട്ടുണ്ടാവും. ആരാ നീ? നിന്റെ കാല്. നീ ചോദിച്ചത് ശരിയാടാ. ഒരു പ്രാവശ്യം മിസ്സായി, ഇനിയൊരു പ്രാവശ്യം മിസ്സാവാൻ പറ്റില്ലടോ നിനക്ക്. സംഹാര താണ്ഡവമാടും ദൈവപ്രയാഗിൻ യോഗം, രക്തത്തിൽ ആക്രോശവീര്യം വന്നല്ലോ നിന്നുയിരിന്നാഥൻ. കണ്ടെത്താ ദൂരത്തെ ദേവൻ മുറിവിന്റെ സ്വന്തം ഈ നിമിഷം ചാണക്യനായി 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 ചാണക്യനായി. സാറേ, സാറേ, സാറേ. എന്താടാ, എന്തു പറ്റി? സീതാറാം കുഞ്ഞിനെ കൊന്നു സാറേ. സീതാറാമനെ കൊന്നോ? നിങ്ങളുടെ കൊച്ചുമോനെ കൊന്നത് വേറെ ആരുമല്ല സാറേ, നിങ്ങളുടെ പേരക്കുട്ടി കൊച്ചുമോളാ. അവളെങ്ങനെ കൊല്ലും? എന്ത്, നീ ശരിക്കും കണ്ടോ? എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. നിങ്ങളുടെ കൊച്ചുമോളെ അടുത്തിരുന്ന് കൊല്ലാൻ വെച്ചത്. മുത്തച്ഛ, എന്താ മുത്തച്ഛ ഇങ്ങനെ നോക്കുന്നേ? മുത്തച്ഛ. മുത്തച്ഛനോ? ആരാടി നിന്റെ മുത്തച്ഛൻ? നീ ശരിക്കും എന്റെ കൊച്ചുമകളായിരുന്നെങ്കിൽ ആ പാവവും എന്റെ കൊച്ചുമകനായിരുന്നില്ലേ? അവനെ നീ കൊല്ലുമായിരുന്നോ? സത്യം പറ, എന്തിനാ എന്റെ വീട്ടിലേക്ക് വന്നതെന്ന് പറ. ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട എനിക്ക് സ്നേഹവും വാത്സല്യവും ബന്ധുക്കാരും ഒന്നുമില്ലാതായി. അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേട്ടത്തി, അനിയനും അനിയത്തിമാരും, അങ്ങനെ ഒരുപാട് കുടുംബാംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് മരുമകളായി കയറി ചെല്ലണമെന്ന് അവർ മുഖേന എനിക്ക് ചെറുപ്പം മുതൽ നഷ്ടപ്പെട്ട സ്നേഹവും വാത്സല്യവും ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ സമയത്താണ് പെട്ടെന്നൊരു ദിവസം ചാണക്യനെ പരിചയപ്പെട്ടത്. ചാണക്യന്റെ ആ നിഷ്കളങ്കത, അവന്റെ സ്വഭാവം, അവന്റെ കുടുംബാംഗങ്ങളുടെ സ്നേഹം, ഇതൊക്കെ ചാണക്യനോടുള്ള എന്റെ സ്നേഹം വർദ്ധിപ്പിച്ചേയുള്ളൂ. തുടക്കത്തിൽ എന്റെ സ്നേഹം സ്വീകരിക്കാതിരുന്ന ചാണക്യൻ അവസാനം എന്നെ മനസ്സിലാക്കി, എന്റെ പ്രണയവും സ്വീകരിച്ചു. അവന്റെ അച്ഛനും അമ്മയും ഞങ്ങളുടെ വിവാഹത്തിന് സമ്മതിച്ചപ്പോ ഈ ലോകത്തിൽ
എന്നെ പോലൊരു ഭാഗ്യവതി ഒരിടത്തും ഉണ്ടാകില്ലെന്ന് കരുതി ഞാൻ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ഒരു ദിവസം എന്റെയും ചാണക്യന്റെയും കല്യാണം കൃത്യമായി ആ സമയത്താണ്. നമ്മൾ ആരും ഷൂട്ട് ചെയ്യുന്നുണ്ടല്ലോ. ചാണക്യ, ആ കാശും കൊടുത്തേ. ആ ശരി ചേട്ടാ. സൂക്ഷിച്ചിറങ്ങ്. ഞാൻ പറഞ്ഞത് കേൾക്കാതെ ഗൗരി ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടില്ലേ? ചേട്ടാ ചേട്ടാ ഇപ്പൊ നിനക്ക് നല്ല സുഖം തോന്നുന്നുണ്ടോ? പറയടാ. ഞങ്ങളുടെ ആൾക്കാരെ ഞങ്ങളുടെ ജോലി ചെയ്യുമ്പോ നീ ഫോട്ടോസ് എടുത്തോണ്ട് രക്ഷപ്പെട്ടു പോകും അല്ലേ? എന്നിട്ട് ഞങ്ങൾ നിന്നെ സിറ്റി മുഴുവൻ അന്വേഷിച്ചിട്ട് അവസാനം കണ്ടുപിടിച്ച് തട്ടിക്കളഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കുമ്പോ നിന്റെ കൂടെ നിന്റെ കുടുംബത്തെയും കൂടി കൊന്നു കളയേണ്ട അവസ്ഥയ്ക്ക് കൊണ്ട് എത്തിച്ചില്ലേ? ഞങ്ങൾക്ക് ഈ ടെൻഷന്റെ വല്ല ആവശ്യമുണ്ടോ? ചാണക്യ, അച്ഛാ ചേട്ടാ, ആന്റി, 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 ചാണക്യ, ചാണക്യ, ചാണക്യ. ഞങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞു. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. ചേട്ടൻ മരിക്കാൻ സമയത്ത് എന്റെ ഈ ചീപ്പ് തന്നിരുന്നു. ഇതിൽ ഇവരുടെ ഫോട്ടോസ് ഞാൻ കണ്ടു. ഇവരെ നിനക്കറിയോ? സ്വത്തിനു വേണ്ടി എന്റെ അച്ഛനും അമ്മയെയും കൊന്ന് എന്നെ അനാഥയാക്കിയത് ഈ ദുഷ്ടന്മാരാ. അവർ ഏതോ ഒരുത്തരല്ല, എന്റെ സ്വന്തം ചേട്ടന്മാരാ. മുത്തച്ഛൻ ജീവനോടെയുണ്ടെങ്കിലും ഇവരെ പേടിച്ച് മുത്തച്ഛന്റെ അടുത്ത് പോകാൻ പോലും കഴിയാതെ അനാഥയായി ജീവിക്കാനാകാതെ നിങ്ങളോട് അടുക്കുകയായിരുന്നു. നിങ്ങളും ഞാനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ചാണക്യൻ എനിക്ക് ധൈര്യം നൽകി അവന്റെ പ്ലാൻ പ്രകാരം എന്നെ ഇങ്ങോട്ട് അയച്ചത്. എനിക്ക് ചാണക്യൻ നൽകിയ ധൈര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇവിടെ വന്നതിന് ശേഷം എന്റെ സഹായത്തോടു കൂടിയാ ആദ്യം ചെറിയ ചേട്ടനെ അവസാനിപ്പിച്ചത്.
പിന്നീട് ബൽറാമിനെ. സീതാറാമനെയും കൊന്നതവനാ. ചെറിയ കുട്ടിയാണെന്ന് പോലും കരുതാതെ വീട്ടിലുള്ള എല്ലാവരെയും ദയാദാക്ഷിണ്യമില്ലാതെ കൊന്നു. അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി എന്റെ കുടുംബം പോലെ എത്ര കുടുംബത്തെ നശിപ്പിച്ചു. അത് മാത്രല്ല, സ്വത്തിനു വേണ്ടി എന്റെ അച്ഛനെ അമ്മയെയും കൊന്നത് ഇവർ തന്നെയാണ്. ഇങ്ങനെയുള്ളവരെ കൊല്ലുന്നത് തെറ്റാണോ മുത്തച്ഛ? ഇല്ല മോളെ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇവരെയൊക്കെ വളർത്തി വലുതാക്കിയ ഞാനാ തെറ്റുകാരൻ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ദ്രോഹി, തിന്ന ചോറിന് നന്ദിയില്ലേടാ. നിങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയതിന് എന്റെ മകനെ തന്നെ കുരുതി കൊടുത്തു അല്ലേ? നിങ്ങൾ മനുഷ്യരല്ല, വിഷപ്പാമ്പുകളാ. അതെ കിളവാ, ഇനി എന്തായാലും നീ ജീവനോടെ ഉണ്ടാവണം. നിന്റെ മകനെയും മരുമകളെയും ഞാൻ കൊല്ലുന്നത് വരെ നീ ജീവനോടെ ഇവിടെ തന്നെ ഉണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ വേസ്റ്റാ. എന്താടി, നിന്റെ പ്രളയം തകർന്നതിന് എന്റെ അനിയന്മാരെ കൊല്ലണമായിരുന്നോ? എന്റെ അനിയന്മാരെ കൊല്ലാൻ നീ എന്ത് വല വീശിയോ അതുപോലെ തന്നെ നിന്നെ ഞാൻ പകവരുത്തിയിരിക്കും. ഇവിടെ തൂക്കിയെടുത്ത് ഫാക്ടറിയിലേക്ക് കൊണ്ടുപോടാ. അനിയ, നമ്മുടെ അനിയന്മാരെ കൊന്നവന്മാര് ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഹാപ്പി ബർത്ത്ഡേ മോളു. എല്ലാ ജന്മദിനത്തിലും അമ്മ, അച്ഛൻ എല്ലാവരുടെ കൂടെ നമ്മൾ ആഘോഷിക്കും. പക്ഷെ ഇപ്പോൾ നമ്മൾ തനിച്ച് ആഘോഷിക്കുന്നു. നമുക്ക് മാത്രം എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എനിക്കിനി ഹോസ്റ്റലിൽ നിൽക്കാൻ വയ്യ ചേട്ടാ. ഞാനും ചേട്ടന്റെ കൂടെ വരാം. ഒരു ചെറിയ ജോലി ബാലൻസ് ഉണ്ട് മോളെ, അത് കഴിഞ്ഞ ശേഷം വന്ന് കൊണ്ടുപോകാം കേട്ടോ. വാ പോകാം. ഇതാ അനിതി, ഗൗരി, ഇവിടെ നിന്റെ അനിയത്തെ ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് രക്ഷിക്കേ. ഇങ്ങോട്ട് വാടാ. വാ വാ, എത്ര ദൂരം വരാൻ പറ്റുമോ? വാ, ഓടി വാ, പെട്ടെന്ന് വാ. എന്താടാ നിന്നത്? ക്ഷീണിച്ചു പോയോ? എന്താടാ നിനക്ക് നിന്റെ അനിയത്തെ കണ്ടേ? ഇങ്ങോട്ട് വാടാ. വാ 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 വാ. ചേട്ടാ രക്ഷിക്കണേ ചേട്ടാ. ചേട്ടാ, ചേട്ടാ, ചാണക്യ, ചാണക്യ, അപ്പോഴേക്കും നിന്റെ ബോധം പോയോ? അന്ന് നിന്റെ കഥ അവസാനിച്ചെന്ന് കരുതിയാണ് ഞങ്ങൾ വിട്ടിട്ട് പോയത്. എന്റെ പ്രിയപ്പെട്ട അനുജന്മാരെ നീ ഓരോരുത്തരായിട്ട് കൊന്നു കളഞ്ഞു അല്ലേ? അപ്പോ എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാവണം.
ഇപ്പൊ നിന്റെ കൺമുമ്പിൽ വെച്ച് നിന്റെ ആൾക്കാരെ ഓരോരുത്തരായിട്ട് എങ്ങനെയാണ് കൊല്ലാൻ പോകുന്നതെന്ന് കണ്ണ് തുറന്ന് കാണ്. സംഹാരതാണ്ഡവമാടും ദൈവപ്രയാഗിൻ യോഗം രക്തത്തിൽ ആക്രോശവീര്യം വന്നല്ലോ നിന്നുയിരിനാഥൻ കണ്ണെത്താ ദൂരത്തെ ദേവൻ വരുന്നുണ്ടേ ഓംകാരദൂതൻ മുറിവേറ്റ സിംഹമതി മുറിവേൽക്കും ഈ നിമിഷം മറനീക്കാൻ അവനെത്തി ചാണക്യനായി